فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون إذ لا دليل على الطريق إلى الإله إلا متابعة الرسول المكملا في حاله وفعاله ومقاله لتتبعن وتابعا لها تعدلا. പ്രിയമുള്ള വേദിയിലിരിക്കുന്ന ബഹുമാനികളെ, ഈ സദസ്സിൽ വളരെ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു ഹദീസ് സെമിനാർ നടക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വാക്കാലും പ്രവൃത്തിയാലും മൗനാനുവാദത്താലും നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസുകളോട് താൽപര്യം കാണിച്ചുകൊണ്ട് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അറിഞ്ഞ സത്യം സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാനും ഇത്തരം പഠന ക്യാമ്പുകളിൽ ഇരുന്നാലുള്ള പ്രതിഫലം മനസ്സിലാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന നല്ലവരായ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ഇരുത്തം, ഈ സംഘാടനവും ഈ സംസാരവും ഈ കേൾവിയും ഇരുത്തവുമൊക്കെ സ്വാലിഹായ ഒരു അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പരിപാടിയുടെ ആദ്യത്തെ സെഷനിൽ നിങ്ങളുടെ മുമ്പിൽ നമ്മളൊക്കെ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടി സംസാരിക്കുന്ന വിഷയം സുന്നത്തിന്റെ പ്രാധാന്യവും അവഗണിക്കപ്പെടുന്ന സുന്നത്തുകളും എന്ന വിഷയത്തിലാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യൽ അഥവാ സുന്നത്ത് അംഗീകരിച്ച് ജീവിക്കൽ ജീവിതത്തിന്റെ വിജയത്തിന്റെ മാനദണ്ഡമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓതിവെച്ച അല്ലാഹുവിന്റെ വചനത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ തന്നെ മുസ്ലിമീങ്ങളായി ഉള്ള ആളുകൾക്കിടയിൽ തന്നെ ഭിന്നതകളും കക്ഷിത്വങ്ങളും കടന്നുവരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ വിശ്വാസപരമായും കർമ്മപരമായും ആചാരപരമായും അനുഷ്ഠാനപരമായും ഉണ്ടാകും. അതിലൊക്കെ അല്ലാഹുവിലേക്ക് വരൂ അഥവാ പരിശുദ്ധ ഖുർആനിലേക്ക് കാര്യത്തെ മടക്കൂ. അതിന്റെ വിശദീകരണമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലേക്ക് കാര്യത്തെ മടക്കൂ എന്ന് അവരെ ക്ഷണിക്കപ്പെട്ടാൽ, അവരെ വിളിച്ചാൽ യഥാർത്ഥ സത്യവിശ്വാസികളുടെ വാക്ക് ഇത്രമാത്രമാണ്. അല്ലാഹു പറയുകയാണ്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഭിന്നതയിൽ തീർപ്പ് കൽപ്പിക്കാൻ അല്ലാഹുവിലേക്ക് വരൂ, റസൂലിലേക്ക് വരൂ എന്ന് അവരെ ക്ഷണിക്കപ്പെട്ടാൽ യഥാർത്ഥ സത്യവിശ്വാസികളുടെ വാക്കുകൾ ഇത്രമാത്രമാണ്, അയ്യഖൂലൂ സമിഅനാ വഅതഅനാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞോ, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു ഞങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ഹദീസിലൂടെ വിശദീകരിച്ചത്, ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്നല്ലാതെ മറുത്തൊരു സംഗതിയും പറയാൻ വേറൊരു ചിന്താഗതികളും അവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വിജയത്തിന്റെ ആളുകൾക്കില്ല. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അപ്പോൾ ആ വിഭാഗം ആളുകളാണ് യഥാർത്ഥ വിജയികളെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പിന്നെ ഏതെങ്കിലും ത്വരീഖത്തിന്റെ ശൈഖുമാരോ മുറബ്ബിയായ ശൈഖുമാരോ അതേപോലെ തന്നെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന ഏതെങ്കിലും ഇമാമുമാരെയോ ഏതെങ്കിലും നേതാക്കന്മാരെയോ അങ്ങനെയുള്ള അവര് പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിടുങ്ങുന്ന പരിപാടി യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് അഭിപ്രായ ഭിന്നതകളിലില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു, അല്ലാഹു എന്ത് പറഞ്ഞു, ആയത്തുണ്ടോ ഹദീസുണ്ടോ, കേട്ടു ഞങ്ങൾ അനുസരിച്ചു. ഇതാണ് യഥാർത്ഥ സത്യവിശ്വാസികളുടെ വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. ലോകത്ത് ഈ നിലപാടിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ കടന്നു വരുമെന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശദീകരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, മാ മിൻ നബിയ്യിൻ ബഅസഹു അല്ലാഹു ഫീ ഉമ്മത്തിൻ ഖബ്ലി. എനിക്ക് മുമ്പ് ഒരു നബിയും കഴിഞ്ഞുപോയിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തിഹി ഹവാരിയൂന വഅസ്ഹാബുൻ യഅഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി. ആ നബിമാർ ആ സമൂഹത്തിലെ ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ നബിമാർ ഈ സമൂഹത്തിൽ പഠിപ്പിച്ച സുന്നത്ത് എന്താണോ അത് അതുപോലെ സ്വീകരിക്കുന്ന ഒരു നല്ല ടീം കഴിഞ്ഞു പോവാതെ ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. ആ നബിമാര് പഠിപ്പിക്കുന്ന സുന്നത്തിൽ അണിനിരക്കുന്ന ആളുകളാണ്, പറഞ്ഞതുപോലെ കേൾക്കുന്ന അനുസരിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു ഹക്കിന്റെ ഒരു നല്ല ടീം എല്ലാ നബിമാർക്കുമുണ്ട്, എനിക്കുമുണ്ടാകും. അങ്ങനെയല്ലാതെ ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. എന്നാൽ ഈ ഓരോ നബിമാരിലും അവരുടെ ഉമ്മത്തിൽ ഈ നല്ല ആളുകൾ കഴിഞ്ഞു പോയതിനു ശേഷം ഭിന്നിപ്പിന്റെ കക്ഷികൾ വന്നിട്ടുണ്ട്. എന്റെ ഈ ഉമ്മത്തിലും ആ നല്ല ആളുകൾക്ക് ശേഷം ഭിന്നിപ്പിന്റെ ആളുകൾ കടന്നുവരും. സുമ്മ ഇന്നഹാ തഖ്ലുഫു മിൻ ബഅദിഹിം ഖുലൂഫ്. പിന്നീട് അഭിപ്രായ ഭിന്നതകളുമായി അല്ലാഹു പറഞ്ഞതോ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ നബിമാരിലൂടെ പഠിപ്പിച്ച ചര്യയോ അംഗീകരിക്കാൻ തയ്യാറാവാതെ
എതിർപ്പുകളും ഭിന്നിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളുമായി കക്ഷിത്വങ്ങൾ കടന്നുവരും, ഉടലെടുക്കും. യഖൂലൂന മാ യഫ്അലൂന വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ. അവർ പ്രവർത്തിക്കപ്പെടാത്തതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വല്ലതും അവർ അമലായി ചെയ്യുന്നുണ്ടെങ്കിൽ കൽപ്പിക്കപ്പെട്ട സംഗതിയും അല്ല. ഇതാണ് ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനത്തെ കക്ഷിത്വങ്ങൾ ഉണ്ടാകുമ്പോൾ, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകന്നു പോകുന്ന ഈ മനുഷ്യന്മാരിലെ സംഘങ്ങൾ ഉണ്ടാകുമ്പോൾ, യഥാർത്ഥ സത്യവിശ്വാസികൾ, അള്ളാഹുവിന്റെ സ്വർഗം പ്രതീക്ഷിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ, വിശ്വാസ ആചാര കർമ്മങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി ശരിയാക്കുന്നവരുടെ പ്രത്യേകത ഇത്തിബാഉർ റസൂൽ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്റെ സുന്നത്ത്, അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഇത്തിബാ ചെയ്യുക, പ്രവാചകനെ അനുധാവനം ചെയ്യുക എന്നത് വളരെ കൃത്യമായി ഹദീസിൽ നമുക്കതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തിബാ, അൽ ഇത്തിബാ എന്നതിന്റെ ഭാഷാർത്ഥം ഒരു വസ്തുവിന് പിന്നിൽ ചലിച്ചാൽ, അതേപോലെ തന്നെ ആ വസ്തുവിന്റെ പിന്നിൽ പിന്തുടർന്നാൽ എന്നൊക്കെയാണ് അൽ ഇത്തിബാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇത്തിബാ എന്ന പദം എത്തിച്ചേരുക, അന്വേഷിച്ചു പിടിക്കുക, അതേപോലെ തന്നെ മാർഗം പിൻപറ്റുക, മാതൃക സ്വീകരിക്കുക തുടങ്ങിയ അനേകം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അറബി പദമാണ്. യഥാർത്ഥത്തിൽ അറബിയിൽ ഇത്തബഅർ റസൂൽ എന്നാൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി, അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ അനുഗമിച്ചു, അദ്ദേഹത്തിന്റെ മാതൃക ഉൾക്കൊണ്ടു അംഗീകരിച്ചു എന്ന ആ അർത്ഥത്തിലാണ് ഇത്തബഅർ റസൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തിബാഇന്റെ സാങ്കേതിക അർത്ഥം നമ്മൾ പരിശോധിച്ചാൽ, വിശ്വാസ കാര്യങ്ങളിലും വാക്കുകളിലും പ്രവൃത്തികളിലും അതേപോലെ തന്നെ ഉപേക്ഷകളിലും നബിയെ മാതൃകയാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുക, അനുധാവനം ചെയ്യുക എന്നതാണ് ഈ പദത്തിന്റെ സാങ്കേതിക അർത്ഥമായി വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വാജിബുകളായി നിർബന്ധമായി നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള സംഗതികളിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സുന്നത്തായി ചര്യയായി നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലും, അതേപോലെ തന്നെ ഇസ്ലാം കറാഹത്തായി വെറുക്കപ്പെട്ട സംഗതികളുമായി പഠിപ്പിച്ച വിഷയത്തിലും, ഇസ്ലാം അനുവദിച്ച ഹലാലാക്കിയ വിഷയങ്ങളിലും, ഈ പറഞ്ഞ ഇസ്ലാമിന്റെ ഈ പറഞ്ഞ ഹുക്കുമുകളിൽ നമുക്കറിയാം, വാജിബ്, സുന്നത്ത്, കറാഹത്ത്, ഹലാല് പോലുള്ള ഇസ്ലാമിന്റെ നിർബന്ധം, സുന്നത്ത്, വെറുക്കപ്പെട്ടത്, അനുവദനീയം എന്നീ വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ താൽപര്യപ്പെട്ടത്, ഈ വിധിയിൽ അവിടെ തന്നെ നിൽക്കുക, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവൃത്തികളിൽ സമ്പൂർണ്ണ നിയ്യത്തും യഥാർത്ഥത്തിലുള്ള ലക്ഷ്യവും നമ്മെ സംബന്ധിച്ചിടത്തോളം ശരിയായാലേ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്ക് സുന്നത്ത് ഞാൻ അംഗീകരിച്ചു, പിൻപറ്റി എന്നത് അത് പൂർത്തിയാവുകയുള്ളൂ. അപ്പോഴാണ് ഇത്തിബാഉർ റസൂൽ കൃത്യമായി നമ്മൾ അംഗീകരിക്കുന്നത് സാധ്യമാകുന്നത്. അതിലെ ഒന്നാമത്തെ പോയിന്റ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി വിശ്വാസ കാര്യങ്ങളിലുള്ള ഇത്തിബാ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ വിശ്വസിച്ചത്, അത് സ്വഹാബത്തിന് കൈമാറിയപ്പോൾ സ്വഹാബത്ത് ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ വിശ്വാസ കാര്യങ്ങൾ ക്രമീകരിച്ചത്, അതുപോലെ വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചതെല്ലാം ഒരു സത്യവിശ്വാസി വിശ്വസീകരിക്കുക. അതേപോലെ തന്നെ വിശ്വസിക്കപ്പെടുന്ന കാര്യം നിർബന്ധമാണോ, ദീനിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട കാര്യമാണോ, ദീനിന്റെ അടിത്തറയെ തകർക്കുന്നതാണോ, അതേപോലെ തന്നെ മതത്തിന്റെ ആ പരിപൂർണമായ കാര്യങ്ങൾക്ക് കളങ്കപ്പെടുത്തുന്ന വല്ല കാര്യങ്ങളുമാണോ എന്നത് കൃത്യമായി വിശ്വാസ കാര്യങ്ങളെ തരംതിരിച്ച് മനസ്സിലാക്കി ആ വിഷയത്തെ എന്നീ നിലക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ വിശ്വസിച്ചത് അതേ രീതിയിൽ തന്നെ വിശ്വസിക്കുക എന്നതാണ്. ഇതാണ് വിശ്വാസത്തിലുള്ള സ്വീകാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു എന്ന കാരണത്താൽ വിശ്വസിക്കുക. ഇവിടെ സത്യവിശ്വാസികൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ചോദ്യമില്ല. എന്താ അങ്ങനെ വിശ്വസിക്കാൻ പറഞ്ഞത്? മറുചോദ്യമില്ല. നമ്മുടെ നേതാവ് വിശ്വസിച്ചു, അതുകൊണ്ട് ആ നേതാവിന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചതൊക്കെ ഒരു സത്യവിശ്വാസി വിശ്വസിക്കണം.
ഇതാണ് വിശ്വാസ കാര്യങ്ങളിലെ ഇത്തിബാ. അതുകൊണ്ട് ഈ പറഞ്ഞ ഹദീസുകളോട്, നബിവചനങ്ങളോട്, അവിടുത്തെ വിശ്വാസങ്ങളോട്, അവിടുത്തെ പ്രവൃത്തികളോട്, അവിടുത്തെ മൗനാനുവാദത്തോട്, അവിടുത്തെ വാക്കുകളോട്, അവിടുത്തെ ജീവിത നടപടി ക്രമങ്ങളോട് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് എങ്ങനെ നോക്കിക്കണ്ടുവോ അതേപോലെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വിശദീകരിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം നമുക്കറിയാം, പരിശുദ്ധ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നതിന് മുമ്പ് ഇസ്ലാം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തീരുമാനം കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ചു, സ്വഹാബത്തും അങ്ങനെ തന്നെയാണ് നമസ്കരിച്ചത്. പക്ഷേ അവിടുന്ന് ആത്മാർത്ഥമായി എല്ലാ രാത്രികളിലും അധിക സമയവും അള്ളാഹുവിലേക്ക് കൈയുയർത്തിക്കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കും, റബ്ബേ കഅബാലയത്തിലേക്കൊന്ന് തിരിഞ്ഞ് നമസ്കരിക്കാനുള്ള അവസരം തന്നിരുന്നുവെങ്കിൽ. ആത്മാർത്ഥമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. ഈ പൂതി, ഈ ആഗ്രഹം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണ്. ആ ആഗ്രഹം സഫലീകരിക്കുകയാണ്. അതിന് സമയവും സന്ദർഭവും റബ്ബിന്റെ തീരുമാനവും വന്നപ്പോൾ പരിശുദ്ധ ഖുർആനിലെ വചനമിറങ്ങി, ഖദ് നറാ തകല്ലുബ വജ്ഹിക ഫിസ് സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന പരിശുദ്ധ ഖുർആനിലെ ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങി. അതുവരെ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ഈ ആയത്തിറങ്ങിയതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ വെച്ച് നമസ്കാരം ഖിബ്ല മാറി ഹറമിലേക്ക്, കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു. സ്വഹാബത്ത് നമസ്കരിച്ചു. പക്ഷേ മദീനയ്ക്ക് ചുറ്റിലുമുള്ള ചെറിയ പള്ളികൾ, മക്ക മദീനയൊക്കെ സന്ദർശിക്കുമ്പോൾ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ മദീന സന്ദർശന വേളയിൽ മസ്ജിദ് ഖിബ്ലത്തൈൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ സന്ദർശിച്ചിട്ടുണ്ടാകും. ആ പള്ളിയുടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാകും. രണ്ട് ഖിബ്ല സ്വീകരിച്ച നമസ്കാര പള്ളി എന്ന അർത്ഥത്തിൽ മസ്ജിദ് ഖിബ്ലത്തൈനി. എന്താണ് അതിന്റെ പിന്നിലെ ചരിത്രം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അല്ലാഹു ആണ് പറഞ്ഞത്, അത് നമ്മുടെ നേതാവിനാണ് വഹയി കിട്ടിയത്. നബി പറഞ്ഞു, അതതുപോലെ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന മഹാന്മാരായ സ്വഹാബികളുടെ ജീവിതമാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയുള്ള അടുത്തുള്ള പള്ളികളിലൊക്കെ പോയി ഈ ഖിബ്ല മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ പറയണം സ്വഹാബത്തെ. മഹാന്മാരായ സ്വഹാബികൾ ആ വിഷയം പറയാൻ വേണ്ടി ചെന്നു. പകൽ സമയത്ത് 4 റക്അത്തുള്ള, ഒന്നുകിൽ ദുഹറാണ് അല്ലെങ്കിൽ അസ്റാണ്, ഈ രണ്ടാലൊരു നമസ്കാരം സ്വഹാബത്ത് നിർവഹിക്കുകയാണ്. അതിലെ ആദ്യത്തെ 2 റക്അത്ത് നേരത്തെയുള്ള നിയമപ്രകാരം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞവർ നമസ്കരിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ റക്അത്തിലേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്ന സ്വഹാബികൾ. അപ്പോഴാണ് മറ്റേ സ്വഹാബികൾ ഈ ആയത്തുമായി വരുന്നത്, ഇനി അങ്ങോട്ടല്ല തിരിയേണ്ടത്, ഖിബ്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യ് കിട്ടിയിട്ടുണ്ട്, അതനുസരിച്ച് അവിടുന്ന് നമസ്കരിച്ചിട്ടുണ്ട്, അതനുസരിച്ച് ഞങ്ങളും ഖിബ്ല മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് തിരിയേണ്ടതില്ല, ഇനി തിരിയേണ്ടത് കഅബാലയത്തിലേക്കാണ്. ഇതാ ആയത്തെന്ന് പറഞ്ഞ് അവർ നമസ്കരിക്കുമ്പോൾ ആയത്ത് ഓതിക്കൊടുക്കുന്നു. ആ സ്വഹാബത്ത് സ്വീകരിച്ചത് എങ്ങനെയാ? ഏതായാലും ഈ 4 റക്അത്തുള്ള നമസ്കാരം 2 റക്അത്ത് ഇങ്ങോട്ട് തിരിഞ്ഞു തുടങ്ങിയില്ലേ കൂട്ടരെ, നിങ്ങൾ അവിടെ നിൽക്കി. ഇത് 4 നിർവഹിച്ചിട്ട് അടുത്ത നബായത്തിനാവാം ആണോ? അല്ല. നേരെ മറിച്ച് അതേ നമസ്കാരത്തിൽ മൂന്നാമത്തെ റക്അത്തിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്ന അവർ ഈ ആയത്ത് കേട്ട ഉടനെ അല്ലാഹ് ഇറക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. കേട്ട ഉടനെ അതേ നമസ്കാരത്തിൽ ബാക്കി 2 റക്അത്ത് പരിശുദ്ധ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചുവെങ്കിൽ അതാണ് സ്വഹാബത്ത്. അതാണ് ഹദീസ് സെമിനാറിന്റെ പ്രത്യേകതയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതതുപോലെ അപ്പോൾ തന്നെ സ്വീകരിക്കാൻ, എപ്പോഴാണോ ബോധ്യപ്പെട്ടത് അപ്പോൾ തന്നെ സ്വീകരിക്കാൻ തയ്യാറാവുക. എന്തേ സ്വഹാബത്തിന് 2 റക്അത്ത് കൂടി താമസിപ്പിച്ചുകൂടെ ഇതൊന്ന് സ്വീകരിക്കാൻ? എന്തേ? അതിനു മുമ്പായി, ഈ നിയമം അംഗീകരിക്കുന്നതിന് മുമ്പായി ഞാനെങ്ങാനും മരിച്ചുപോയാൽ അള്ളാഹുവിന്റെ ആയത്ത് അംഗീകരിച്ചവനായി ഞാൻ മാറില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സംഗതി അംഗീകരിച്ചവനായി ഞാൻ മാറില്ല. ഈ ശക്തമായ പേടിയാണ്, ആഖിറ പേടിയാണ് സ്വഹാബത്തിനുണ്ടായതെങ്കിൽ ഇതാണ് ഹദീസിന്റെ ആളുകൾക്കും ഉണ്ടാവേണ്ടത്. പക്ഷേ പലർക്കും ഈ പേടി നഷ്ടപ്പെട്ടിരിക്കുന്നു. വിഷയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. രണ്ടാമത്തെ സംഭവം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ദഅവത്തുമായി ബന്ധപ്പെട്ട് യമനിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ആദ്യം നീ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, വേദത്തിന്റെ ആൾക്കാരുടെ അടുത്തേക്കാ പോണത്. അവരത് അംഗീകരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതായി നീ 5 നേരത്തെ നമസ്കാരം പറഞ്ഞു കൊടുക്കണം. അതവർ അംഗീകരിച്ചാൽ നീ അവരോട് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അതവരംഗീകരിച്ചാൽ നീ അവർക്ക് നോമ്പിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കണം. അതവരംഗീകരിച്ചാൽ അങ്ങനെ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ മുൻഗണനാക്രമം കൃത്യമായി ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലേക്ക് പോവാൻ തയ്യാറായി. ഹദീസിന്റെ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനൊരു മറുവശയുമുണ്ട്. ആ സ്വഹാബി നേരെ ഉമ്മയോട് അനുവാദം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. ഉമ്മയോട് പറയുന്നു, ഉമ്മ, യമനിലേക്ക് പോവാണ് നിങ്ങളുടെ മകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലയും ഇസ്ലാമിന്റെ കാര്യങ്ങളും പ്രബോധനം നടത്താനാണ് നിങ്ങളുടെ ഈ പൊന്നുമോൻ പോകുന്നത്. അതുകൊണ്ട് വേദത്തിന്റെ ആളുകളുടെ അടുക്കലേക്കാ പോകുന്നത്. വിധിയുണ്ടെങ്കിൽ വന്നാൽ വന്ന് തിരിച്ചു കാണാം ഉമ്മ. ഉമ്മ പറയുന്നു, മോനെ, നീ ഒരിക്കലും പോകരുത്. കാരണം ഈ മദീന പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജമാഅത്ത് നമസ്കരിക്കുന്ന ആ പുണ്യം നഷ്ടപ്പെടുത്തിയിട്ട്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്യുന്ന പ്രതിഫലം നഷ്ടപ്പെടുത്തിയിട്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ദഅവത്ത് നടത്തുന്ന പ്രതിഫലം നഷ്ടപ്പെടുത്തിയിട്ട്, ആ കൂലി നഷ്ടപ്പെടുത്തിയിട്ട് എന്റെ മകൻ യമനിൽ ഒറ്റയ്ക്ക് പോയി നിൽക്കുകയോ? അത് ഏതെങ്കിലും സ്വഹാബി പോയിക്കോളും, എന്റെ മോൻ പോകരുത്. ഉമ്മക്ക് ഖൈറായ ചിന്തയാണ്, കൂലിയിൽ എന്റെ കുട്ടിക്ക് പ്രതിഫലം നഷ്ടപ്പെടുമോ എന്നതാണ്. ഈ മകൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ടെൻഷനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു പോകാൻ, ഉമ്മ പറയുന്നു പോകരുത്. രണ്ടും ഖൈറാണ് ഉദ്ദേശം. മുആദ് എന്ത് ചെയ്യണം? നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നു. നബിയെ, എങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ പറയുന്നു പോവാൻ, ഉമ്മ പറയുന്നു പോകരുത്. നിങ്ങൾ പറയുന്നതിലും ഖൈറുണ്ട്, ഉമ്മ പറയുന്നതിലും ഖൈറുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഇതാണ് നമ്മുടെ വിഷയത്തിന്റെ കാതൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, മുആദേ, ഒരു കാര്യം ആദ്യം നീ മനസ്സിലാക്കണം. ഈ മുഹമ്മദ് ദീനിന്റെ വിഷയത്തിൽ ഒന്നും തന്നിട്ടം സംസാരിക്കില്ല. ഈ മുആദ് പോകണമെന്ന്, ഈ സ്വഹാബികൾക്കിടയിൽ മുആദ് തന്നെ പോകണമെന്നത് ഈ റസൂലിന്റെ തെരഞ്ഞെടുപ്പല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ മുഹമ്മദ് തന്നിട്ടം സംസാരിക്കില്ല. അതുകൊണ്ട് വിശ്വാസരംഗത്തും കർമ്മപരമായും ഇൽമുപരമായും അഖ്ലുപരമായും തന്റേടപരമായുമൊക്കെ ഈ മുഅ്മിനീങ്ങൾക്കിടയിൽ പാകപ്പെട്ടത് മുആദാണ് എന്നത് തെരഞ്ഞെടുത്തത് ആരാണ്? അള്ളയാണ്. അതുകൊണ്ട് നിന്നെ അള്ളാഹു തെരഞ്ഞെടുത്തു എന്നത് നീ മനസ്സിലാക്കണം. അത് വിശദീകരിച്ചു തരൽ മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പൊ അള്ളാഹുവിനെ എതിർക്കാൻ നിനക്ക് പാടില്ല. രണ്ടാമത് വിശദീകരിച്ച റസൂലുള്ളാഹിക്കും നീ എതിരാവാൻ പാടില്ല. ആദ്യം നീ അത് മനസ്സിലാക്കണം. രണ്ടാമത്തെ വിഷയം, ഉമ്മക്ക് കൂലി കുറയുമോ എന്നതാണ് ഉമ്മാന്റെ പ്രശ്നം. യമനിൽ പോയി മുസ്ലിമീങ്ങളെ ഉണ്ടാക്കി, അവർക്ക് ദഅവത്ത് നടത്തി, അവർക്ക് നമസ്കാരത്തിനും ഇബാദത്തിനുമൊക്കെ നേതൃത്വം കൊടുക്കുമ്പോ ഈ മദീനയിൽ പ്രവാചകന്റെ കൂടെ ചെയ്യുന്ന ഓരോ അമലിനും ഉള്ള അതേ കൂലി ഒട്ടും കുറയാതെ മുആദിന് അവിടെ കിട്ടുന്നുമുണ്ട്. ഇതും പറഞ്ഞു കൊടുക്കണം. ഈമാനൊന്ന് പുതുക്കി ശാരീരികമായും എല്ലാ നിലക്കും മാനസികമായും തയ്യാറായി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ എതിർ നിൽക്കരുത്. കാരണം അള്ളാനെ എതിർക്കലാവും ഈ മുആദ്. ഇത് അള്ളാഹ് തെരഞ്ഞെടുത്ത തങ്ങളെ മോനെന്നെ പോകണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അതുകൊണ്ട് അള്ളാന്റെ വാക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. അതുകൊണ്ട് ഉമ്മ, ഇവർക്ക് രണ്ടുപേർക്കും എതിരാവൽ എനിക്ക് പറ്റില്ല. പിന്നെ നിങ്ങളുടെ പ്രശ്നം കൂലി കുറയുമോ എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിലൂടെ പറഞ്ഞു, എനിക്കൊട്ടും കൂലി കുറയുന്നില്ല. നിങ്ങളുടെ മകൻക്ക് അവിടെ ചെന്നാൽ അവിടുത്തെ ഓരോ പ്രവർത്തനത്തിനും ഇവിടത്തെ അതേ പ്രതിഫലമുണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞു, എങ്കിലും ഒരു നിമിഷം അവിടെ നിൽക്കേണ്ട, വേഗം വിട്ടോ. അപ്പൊ ഉമ്മക്ക് എന്റെ കുട്ടിക്ക് പ്രതിഫലം കിട്ടണമെന്ന ആ ഒരു ആഗ്രഹമാണ്. ഇങ്ങനത്തെ ഉമ്മമാർ, ഹദീസിനെ സ്നേഹിക്കുന്ന, പ്രവാചകനെ സ്നേഹിക്കുന്ന, അവിടുത്തെ വചനങ്ങളെ സ്നേഹിക്കുന്ന, അത് അംഗീകരിക്കുന്ന വിഷയത്തിൽ മക്കളെ പാകപ്പെടുത്തുന്ന ഉമ്മമാരുണ്ടാവണം. ആ വിഷയത്തിൽ കണിശത കാണിച്ച സ്വഹാബത്തിന്റെ റൂട്ടിൽ അണിനിരക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ രണ്ട് ചരിത്ര സംഭവങ്ങൾ ആമുഖത്തിൽ ഞാൻ വിശദീകരിച്ചത് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പറഞ്ഞത് അത് അല്ലാഹു പറഞ്ഞതിന്റെ വിശദീകരണമാണ്. അത് സ്വീകരിക്കാതെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുന്നില്ല. അതുകൊണ്ട് വിശ്വാസരംഗത്തെ ആ ഇത്തിബാഇനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു വന്നല്ലോ. ആമുഖത്തിൽ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ്
നമ്മുടെ മരണത്തോടുകൂടി ആരംഭിക്കുന്ന ബർസഖ് ലോകം. ഇതിനെ നിഷേധിച്ച ഹദീസ് നിഷേധികളായ ചെകന്നൂർ മൗലവി അദ്ദേഹത്തിന്റെ ആഖിബത്തുമായി യാത്രയായി അള്ളാഹുലേക്ക്. എങ്ങനെ എന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇതൊരു ലോകകപ്പ് മർദ്ദനമായിട്ടാണ് എന്റെ ബുദ്ധിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ മുമ്പിൽ വെച്ച് മരിച്ചുപോയ ഉമ്മ, ഉപ്പ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമുക്ക് ഉറ്റവർ, ഉടയവർ, അവരുടെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നമ്മൾ നമസ്കരിച്ചു, മയ്യത്ത് മറമാടി. സത്യവിശ്വാസിയാണെങ്കിൽ സ്വർഗീയാവസ്ഥ അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ട്. എന്നാൽ ഫാജിറാണെങ്കിൽ, തമ്മാടിയാണെങ്കിൽ, കാഫിറാണെങ്കിൽ, മുനാഫിക്കാണെങ്കിൽ നരകശിക്ഷ, കാരണം നമ്മൾ ഖബർ കൊണ്ടുപോയി വെച്ചല്ലോ, അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ട്. പക്ഷേ വിമാനയാത്രയിൽ അപകടത്തിൽപ്പെട്ട ആൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായി വെണ്ണീറായി ഇങ്ങോട്ട് വീണാൽ അയാളെ ഖബറിലേക്ക് കിട്ടിയിട്ടില്ലല്ലോ മൗലവി, അതുകൊണ്ട് അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അയാൾ കാഫിറാണെങ്കിൽ, അയാൾ മുശ്രിക്കാണെങ്കിൽ അള്ളാന്റെ റസൂല് പറഞ്ഞത് ശരി തന്നെ, പക്ഷെ വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല. ആര്? ചെകന്നൂർ മൗലവി ഹദീസ് നിഷേധിയാണ്. ഇതേ വാദവുമായി നടക്കുന്ന ചില സുന്നമിമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ബുഖാരിക്ക് പരിഭാഷ എഴുതിയ വലിയ വലിയ ആലിമീങ്ങളാണ്. അവര് പറയുന്നത് അതേ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട സർവ്വ ഹദീസുകളും ഖുർആനിനെതിരാണ് പോലും. മുഹദ്ദിസുകളാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ആരെയെങ്കിലും വേദനിപ്പിക്കാനല്ല, വിഷയത്തിന്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്ത് നിൽക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഹദീസ് സെമിനാറിന്റെ പ്രത്യേകത നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്തോ ഈ വിഷയത്തിൽ നമ്മൾ അംഗീകരിക്കണം. ഈ മൗലവിമാരും ഇതുപോലുള്ള ആളുകളും ചോദിച്ച ചോദ്യമാണ്, വിമാനയാത്രയിൽ അപകടത്തിൽപ്പെട്ട ആള് കത്തിക്കരിഞ്ഞ് ചാമ്പലായി വീഴുമ്പോ ഡെഡ് ബോഡി മയ്യത്ത് കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ അവനെ ശിക്ഷിക്കുക റബ്ബ്? കപ്പലിൽ യാത്ര ചെയ്യുന്ന ആള് അപകടത്തിൽപ്പെട്ടാൽ വലിയ മത്സ്യങ്ങൾ വെട്ടിവീഴുന്നു, അവന്റെ ശരീരത്തെയും ഖബറിലേക്ക് കിട്ടിയിട്ടില്ലല്ലോ, അയാൾ മുശ്രിക്കാണെങ്കിൽ, കാഫിറാണെങ്കിൽ, മുനാഫിക്കാണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ലോക്കൽ പോലീസുകാര് പിടികിട്ടാ പുള്ളികളെ ഒഴിവാക്കുകയും കിട്ടിയ പുള്ളികളെ അതേ ലോക്കപ്പിലിട്ട് അവരോടുള്ള ദേഷ്യവും മർദ്ദിച്ചു കൂട്ടുന്നത് പോലെ അള്ളാഹു ഇരട്ടത്താപ്പ് നയം നടത്തില്ല. ഇതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഇത് ലോക്കപ്പ് മർദ്ദനമാണ്, എന്നത് വിശ്വസിക്കാൻ കിട്ടില്ല. നഊദു ബില്ലാഹ്. ചില ആളുകൾ പറയുകയാണ് ഇൽമുള്ളവർ. അതേപോലെ തന്നെ ഇവിടുത്തെ ഹൈന്ദവർ, ഇവിടുത്തെ കാഫിറുകൾ, അവരുടെ ശരീരത്തെ അവർ പണക്കാരാണെങ്കിൽ അതേ ദഹിപ്പിക്കുന്നത് ചന്ദനമരം കൊണ്ടാണ്, പാവപ്പെട്ടവരാണെങ്കിൽ സാധാ മരം കൊണ്ട് അവര് ദഹിപ്പിച്ച് ചിതാഭസ്മം പുണ്യകുടത്തിലാക്കി പുണ്യനദിയിൽ ഒഴിക്കുമ്പോൾ കാഫിറാണ്, ഉറപ്പാണല്ലോ, അള്ളാന്റെ ശിക്ഷയുണ്ട്. പക്ഷെ അതിനെയും ഖബറിലേക്ക് വെച്ചിട്ടില്ല, എങ്ങനെ ശിക്ഷിക്കും? അതുകൊണ്ട് ഇതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ചെകന്നൂർ മൗലവി, അയാളുടെ ബുദ്ധിയാണോ ഇസ്ലാം? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മലക്കുകൾ അവിടെ വരും. ഓരോരുത്തർക്കും നരകത്തിന്റെ ആളാണോ സ്വർഗത്തിന്റെ ആളാണോ അതിന്റേതായ നിന്റെ സീറ്റ് ഇതാ എന്ന് പറഞ്ഞ് അള്ളാഹു കാണിക്കും. ആരാണ് റബ്ബ്, ഏതാണ് ദീൻ, ഏതാണ് നിന്റെ ഖിബ്ല, ആരാണ് സഹോദരങ്ങൾ, ആരാണ് സഹോദരിമാർ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപം കാണിച്ചിട്ട് ഇതാരാണ്, നിനക്ക് പരിചയമുണ്ടോ ചോദിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്, സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഹദീസ് സ്വീകരിക്കില്ല എന്ന് പറയുന്ന സുന്നത്തിനോട് വിമുഖത കാണിക്കുന്ന, വിശ്വാസപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും വിമുഖത കാണിക്കുന്ന സഹോദരന്മാർ, ചെകന്നൂർ മൗലവി പറഞ്ഞത് ഖുർആൻ തന്നെയാണ് ഏറ്റവും വലിയ സുന്നത്ത്, ഹദീസ് വേറെ ഖുർആന്റെ വേറെ ഹദീസിന്റെ ആവശ്യമില്ല. എന്നാൽ അതേ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, മരണ സന്ദർഭത്തിൽ മനുഷ്യന്മാർ കെഞ്ചു നോക്കും, റബ്ബിർജിഊൻ, എന്റെ രക്ഷിതാവേ ഒന്ന് മടക്കി തരുമോ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ബാക്കി വെച്ച കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കൃത്യമായി ചെയ്തു കൊള്ളാം, നന്നായിക്കൊള്ളാം, ഒന്നെ ദുനിയാവിലേക്ക് തന്നെ ഒന്ന് മടക്കി തരുമോ റബ്ബേ എന്ന് മനുഷ്യന്മാർ കെഞ്ചുന്ന സമയമാണത്. അപ്പൊ റബ്ബിന്റെ ഒരു മറുപടിയുണ്ട്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വേണ്ടടോ അത് നിന്റെ ഒരു വെറും സംസാരമാണ്, നിന്നെ ഇനി വിട്ടാലും എന്താണ് നീ പറയാനിരിക്കുന്നത്, ചെയ്യാനിരിക്കുന്നത് എനിക്കറിയാം, ഇതുവരെ എന്താണ് നീ ചെയ്തത് എനിക്കറിയാം, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു വാക്ക് മാത്രമാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. എന്നിട്ടല്ല മറുപടി കൊടുക്കുന്നു, വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. ഇനി ഇവർക്ക് മരിപ്പിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ ഏറ്റെടുത്താൽ, ഇനി ഇതിന് ശേഷം അവർക്കുള്ളത് എന്താണ്? ബർസഖ്, പുണ്യകുടമെന്നോ
ഖബറെന്നോ വെണ്ണീറെന്നോ കടലെന്നോ മത്സ്യത്തിന്റെ വയറ്റെന്നോ ഒന്നും അല്ലാഹു പറഞ്ഞില്ല. ബർസഖ് ഖുർആൻ പ്രയോഗിച്ചു. ബർസഖ് എന്താ ബർസഖ്? ശക്തമായ മറ. ദുനിയാവെന്ന് വിട്ടു മഹ്ശർ സമ്മേളനമായിട്ടുമില്ല, അതിനിടയ്ക്കുള്ള ശക്തമായ മറ. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട്. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ തുടങ്ങുന്ന വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അധ്യായത്തിന്റെ അവസാനത്തിൽ ഇടക്ക് വെച്ച് അല്ലാഹു പഠിപ്പിക്കുന്നു, ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. സമുദ്രജലത്തിൽ കുടിക്കാൻ പറ്റുന്ന രുചികരമായ വെള്ളമുണ്ട്, പ്യൂർ വാട്ടറുണ്ട്. അതോടൊപ്പം തന്നെ കയ്പുള്ള കുടിക്കാൻ പറ്റാത്ത വെള്ളവുമുണ്ട്. അവ തമ്മിൽ കൂടിക്കലരാതിരിക്കാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. ശക്തമായ മറ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ സമുദ്രത്തിൽ വെച്ചിട്ടുണ്ട്. ഖുർആൻ പ്രയോഗിച്ച മറ്റൊരു ബർസഖ് അതാണ്. ഇതേപോലെ തന്നെ ഖുർആൻ ഈ ലോകത്തിന് വിട്ടു മഹ്ശർ സമ്മേളനമായിട്ടുമില്ല, അതിനിടയ്ക്കുള്ള ആ ഒരു തറ, ആ ഒരു മറ, അതാണ് ബർസഖ്. ഇതിനെയാണ് ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ നിഷേധിച്ചത്. അതുകൊണ്ട് വിശ്വാസപരമായ ഈ കാര്യത്തെ നിഷേധിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചു, അതുപോലെ വിശ്വസിച്ചു കൊള്ളണം. ഫിർഔനിന്റെയും അവന്റെ ആളുകൾക്കും രാവിലെയും വൈകുന്നേരവും അവരുടേതായ നരകശിക്ഷ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു, അനുഭവിപ്പിക്കുന്നു. യഥാർത്ഥ ശിക്ഷയിലേക്ക് പിന്നീട് അവരെ മടക്കും. യഥാർത്ഥ ശിക്ഷ നരകശിക്ഷ, വിചാരണയ്ക്ക് ശേഷമുള്ള ശിക്ഷ അല്ലാഹുവിന്റെ നരകം. എന്നാൽ ഇപ്പോ രാവിലെയും വൈകുന്നേരവും അവരെ ഈ ലോകത്ത് വിട പറഞ്ഞത് മുതൽ ഇന്നും ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദേശത്തിലും അവർക്ക് കാണിക്കുന്നു, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കുന്നു, അനുഭവിപ്പിക്കുന്നു എന്ന് പറയുന്നത് ബർസഖ് ലോകത്തെ ശിക്ഷയാണ്. മുഹമ്മദ് നബിയെ നിങ്ങൾക്ക് മദീനയിൽ ചുറ്റും ഒരുപാട് മുഅ്മിനീങ്ങളാണെന്നും പറഞ്ഞ് മുനാഫിക്കുകൾ കൂടെയുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, നമ്മൾ അവരെ അറിയുന്നു. അവരെ നാം 2 പ്രാവശ്യം ശക്തമായി പിടിച്ചു ശിക്ഷിക്കും. വേദനാജനകമായ പിന്നീട് ഉള്ള ശിക്ഷയിലേക്ക് അവരെ മാറ്റുകയും ചെയ്യും. ഏതാ? അവരെ സനുഅദ്ദിബുഹും മറത്തൈൻ എന്ന് ഖുർആൻ പറഞ്ഞ ആ 2 തവണയുള്ള ശക്തമായ ശിക്ഷ, അതിലൊന്ന് ബർസഖ് ലോകത്തെ ശിക്ഷയാണ്. ഭയാനകരമായ ഏറ്റവും വേദനാജനകമായ ശിക്ഷ വരാനിരിക്കുന്ന നരകലോകത്തെ ശിക്ഷയാണ്. ജഹന്നം, ജഹീം, ലളാ, ഹുത്തമ, ഹാവിയ, സഈർ, സഖർ. 7 പ്രത്യേകമായ ദർജകളുള്ള പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന നരകം. അതുകൊണ്ട് ഇത് ഉണ്ട്. ആ ശിക്ഷ മരണത്തോടുകൂടി അതിന്റേതായ ആളുകൾക്ക് ബർസഖ് ലോകത്ത് ലഭിക്കുന്നുണ്ട്. ഇത് വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്. സത്യവിശ്വാസികൾക്ക് അവിടെ രക്ഷയുണ്ട്. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും ആ നല്ല വാക്ക് ഉച്ചരിച്ച് അതിന്റെ ആളായി, തൗഹീദിന്റെ ആളായി, മുവഹിദായി, അതിന്റെ പ്രബോധകനായി, പ്രവർത്തകനായി മരണപ്പെട്ടാൽ, അത് ചൊല്ലി മരിച്ചാൽ അല്ലാഹു ഖബറിൽ സ്വസ്ഥത കൊടുക്കും, ധൈര്യം കൊടുക്കും. അപ്പൊ അവിടെ രക്ഷയുണ്ട്, അവിടെ രക്ഷയുണ്ട്. അമ്പിയാക്കൾക്ക്, ശുഹദാക്കന്മാർക്ക്, സിദ്ദീഖുകൾക്ക്, ഭ്രാന്തന്മാർക്ക്, കുട്ടികൾക്ക്, ഇതേപോലെ തന്നെ മുറാബിത്തുകൾക്ക്. അതിർത്തി കാക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ദിവസത്തെ ഉറക്കം ഒഴിവാക്കി അള്ളാന്റെ മാർഗത്തിൽ ഉറക്കം ഒഴിവാക്കുന്ന ആർക്കും അത് ബാധകമാണ്. അവരെയൊക്കെ ഈ പറഞ്ഞ നരക ബർസഖ് ലോകത്തെ ഫിത്നകളിൽ നിന്നും അദാബിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്, അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചവരാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. അപ്പൊ അവിടെ നിന്ന് പഠിപ്പിച്ചാൽ കണ്ടിട്ടില്ല, പോവാനിരിക്കുകയാണ്, വരാനിരിക്കുകയാണ്, കാണാതെ തന്നെ വിശ്വസിക്കൽ സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. വല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു, കാണാതെ തന്നെ വിശ്വസിക്കുക എന്നത് അവരുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇത്തിബാ ചെയ്യണം. ഇതാണ് സുന്നത്തിന്റെ പ്രാധാന്യം. അതേപോലെ തന്നെ നിങ്ങൾ നോക്ക്, സിറാത്ത് പാലം പരിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിലൂടെ വിശദീകരിച്ചു. വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا. നിങ്ങളെ എല്ലാവരെയും നരകമൊന്ന് പ്രദർശിപ്പിക്കുക തന്നെ ചെയ്യും, ഒന്ന് കാണിക്കുക തന്നെ ചെയ്യും. അത് നിന്റെ രക്ഷിതാവ് തീരുമാനിച്ച തീരുമാനമാണ്. മാത്രമല്ല തഖ്വയുള്ള ആളുകളെ പിന്നീട് രക്ഷിക്കുകയും ചെയ്യും. എല്ലാവരെയും കാണിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഹദീസിനെ വിശദീകരിക്കുന്നതിൽ ഖുർആനിന്റെ വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് കൃത്യമായി ഉൾക്കൊണ്ട് പഠിച്ച ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ സ്വഹാബത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന
അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കുന്നു, ബിമഅന അൽ വുറൂദ്, ഇവിടെ നരകം പ്രദർശിപ്പിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ മുറൂറു അലസ്സിറാത്ത്, പാലത്തിലൂടെ എല്ലാരും നടത്തലാണ്. ഈ പാലം എവിടെയാ? ഇന്നൽ ജസ്റ ബൈന ളുഹ്റാനി ജഹന്നം, നരകത്തിന് മുകളിലാണ് ഈ പാലമുള്ളത്. ജഹീം, ജഹന്നം, ലളാ, ഹുതമ, ഹാവിയ, സഈർ, സഖർ, ലളാ, ഈ പറഞ്ഞ 7 ദർജകളുള്ള പ്രത്യേക സ്വഭാവങ്ങളുള്ള നരകങ്ങൾക്ക് മുകളിലായി അള്ളാഹു മുടിയേക്കാൾ ലോലവും വാളിനേക്കാൾ മൂർച്ചയും ശക്തമായി അള്ളാഹു ഇളക്കുന്നതുമായ മുള്ളുകളും കൊളത്തുകളും ചവണകളും അള്ളാഹു ഇട്ടിട്ടുള്ള ദഹ്ലുൻ മസല്ലത്തുൻ ഫീഹി ഖതാതീഫു വകലാലീബു വഹസ്കത്തുൻ തകൂനു ബിനജ്ദ് ഫീഹാ ശുവൈഖ യുഖാലു ലഹാ അസ്സഅദാൻ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ ശക്തമായി അള്ളാഹു പിടിച്ചു കുലുക്കുന്ന ആ പാലത്തിന് താഴെയാണ് നരകം. അപ്പൊ അതിലൂടെ എല്ലാവരെയും കയറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും നരകം കാണും. നരകത്തിന്റെ ആളുകൾ അതിലേക്ക് അടർന്നു വീഴും. ജഹന്നമിന്റെ ആളുകൾ അതിലേക്ക്, ജഹീമിന്റെ ആളുകൾ അതിലേക്ക്, ലളയുടെ ആളുകൾ അതിലേക്ക്, ഏതൊക്കെ തെറ്റുകളാണോ ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ വീഴും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. അപ്പൊ ആ പാലമുണ്ട്. പക്ഷെ ചില ആളുകൾ പറയുന്നു അതൊക്കെ ആലങ്കാരികമായി അല്ലാഹു പറഞ്ഞതാണ്, അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ വിശ്വാസപരമായും പിൻപറ്റണം നമ്മൾ. ഇതാണ് സുന്നത്തിന്റെ പ്രാധാന്യം. ഇതിനെ അവഗണിക്കുന്നു ചില ആളുകൾ, അതിൽ നമ്മൾ പെട്ടുപോകരുത്. സംസം വെള്ളത്തിന്റെ പുണ്യത്തിനെ കുറിച്ചും നിഷേധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം പഠിപ്പിച്ചതാ. എന്താ അത്? ആ വെള്ളത്തിന് അതിന്റേതായ പ്രത്യേകതയുണ്ട്. ഇതിനെ നിഷേധിക്കുന്ന, ഹദീസിൽ പാണ്ഡിത്യമുണ്ടെന്ന് പറയുന്ന ചില പണ്ഡിതന്മാർ, എന്റെ നാട് തിരൂരാണ്. തിരൂര് മസ്ജിദ് തൗഹീദ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ ഉള്ള പള്ളിയാണ്. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് പരിശുദ്ധ റമദാനിൽ ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് കിട്ടുന്ന 30 ദിവസത്തെ പഠന ക്ലാസുകൾ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന പള്ളിയാണ്. ആ പള്ളിയിൽ ആദ്യകാലത്തൊക്കെ ഈ പറയുന്ന പണ്ഡിതൻ വന്നിട്ട് പറയാറുണ്ടായിരുന്നത്, ഹറമിൽ മദീനയിലും മക്കത്തും ഒക്കെ ആ സംസം വെള്ളത്തിന് ബർക്കത്തുണ്ട്, പക്ഷെ ഇങ്ങോട്ട് കന്നാസിൽ കൊണ്ടുവരേണ്ടെന്ന് ആവശ്യമില്ല, ഇവിടെ എത്തുമ്പോൾ ആ ബർക്കത്ത് ചോർന്നു പോകും. ആര്? അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന പണ്ഡിതൻ ആദ്യം ക്ലാസ് എടുത്തിരുന്ന അങ്ങനെയാണ്. എനിക്കോർമ്മയുണ്ട്, ഞാനന്ന് ചെറുതാണ്. പടച്ചോനെ, ഇത് ഹദീസ് പണ്ഡിതനാണല്ലോ, ശരിയായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചു. കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴല്ലേ ഇപ്പോൾ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷയിൽ 2-ാം വാള്യത്തിൽ പച്ചയായി എഴുതി വെക്കുന്നു, സംസം വെള്ളത്തിന്റെ പുണ്യങ്ങൾ വിശദീകരിക്കുന്ന സർവ്വ ഹദീസുകളും ദുർബലമാണ്. നഊദു ബില്ലാഹ്. നിഷേധ പ്രവണതകളാണ്, വിശ്വസിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സംസം അത് പുണ്യമാണ്, സംസം അത് ബർക്കത്താണ്, സംസം രോഗശമനമാണ്, സംസം ദാഹത്തിനും വിശപ്പിനുമുള്ള ഭക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം. അവിടുന്ന് സംസം കുടിച്ചാൽ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ആത്മാർത്ഥമായി ഇങ്ങനെ പ്രാർത്ഥിച്ചത് നബിചര്യയിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്കൻ വാസിഅ വശിഫാഅൻ മിൻ കുല്ലി ദാ. അല്ലാഹുവേ, ഉപകാരപ്രദമായ ഇൽമിനെ ഞാൻ നിന്നോട് തേടുന്നു. ഇത് കുടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, സംസം കുടിച്ചിട്ടാ പ്രാർത്ഥിച്ചത് അവിടുന്ന്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്കൻ വാസിഅ, വിശാലമായ റിസ്ക്, ഉപജീവനം ഞാൻ നിന്നോട് തേടുന്നു റബ്ബേ. വശിഫാഅൻ മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ ഷിഫാ, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഷിഫാ. അല്ലാ, ഞാൻ നിന്നോട് പരിപൂർണമായ ഷിഫാഇനെ ഈ സംസം കുടിച്ചതിലൂടെ ചോദിക്കുന്നു അല്ലാ. സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. ഇത് ഇങ്ങനെ തന്നെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് ചേകന്നൂർ മൗലവിക്ക് തോന്നിയെങ്കിൽ, CN അഹമ്മദ് മൗലവിക്ക് തോന്നിയെങ്കിൽ, അങ്ങനെ നിഷേധികൾക്ക് തോന്നിയെങ്കിൽ, അതുപോലൊരു സുല്ലമിക്കും തോന്നുന്നുവെങ്കിൽ, അതുപോലുള്ള ആളുകൾക്ക് തോന്നുന്നുവെങ്കിൽ, വഴുതിപ്പോവേണ്ടവരല്ല നമ്മൾ. നമ്മുടെ നേതാവിനെ അന്ധമായി നമ്മൾ തഖ്ലീദ് ചെയ്യണം. ഒരേ ഒരു നേതാവിനെ മാത്രമേ അന്ധമായി നമുക്ക് പിൻപറ്റേണ്ടതുള്ളൂ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസപരമായും അവിടുത്തെ വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും മൗനാനുവാദത്തിൽ നിന്നും വമാ ഹമ്മ ബിഫിഅലിഹി, അവിടുന്ന് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സംഗതി എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഹദീസിന്റെ വിശദീകരണ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ആ സംഗതി, അതിന് തെളിവും പറഞ്ഞു. മുഹറം 9 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 നോമ്പ് നോറ്റിട്ടുണ്ട്. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 ഞാൻ നോൽക്കും. പക്ഷേ ഹയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായില്ല. ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സംഗതി വമാ ഹമ്മ ബിഫിഅലിഹി, അതും നബിചര്യയാ. ഇത് 4 പരിപൂർണമായി അംഗീകരിച്ച് അതിൽ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളിലുള്ള ഇത്തിബാ കൃത്യമാവണം.
അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സിഹിറിനെ, അതിന്റെ ഹക്കീക്കത്തിനെ നിഷേധിക്കുന്നു. ഇൻഷാ അല്ലാഹ് അബൂബക്കർ സലഫി അതുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ഇടപെടുന്നില്ല. ആധികാരികമായി പണ്ഡിതോചിതമായി അദ്ദേഹം വിശദീകരിക്കും. നിങ്ങൾ നോക്ക്, ഇങ്ങനെ വിശ്വാസപരമായ കാര്യങ്ങളെ വിശ്വസിക്കാൻ എനിക്ക് തയ്യാറല്ല, എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞാലും ശരി, സ്വഹാബത്ത് വിശ്വസിച്ചാലും ശരി, എന്നതിന് കിട്ടില്ല എന്ന് പറയുന്ന ചില പ്രവണതകൾ, ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അള്ളാഹു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ചോദ്യം ചെയ്യാതെ വിശ്വസിച്ച് അംഗീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. കാരണം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്തമായ മാതൃകയുണ്ട്. ആർക്കാണ് ഈ മാതൃകയുള്ളത്? അവിടുന്ന് എല്ലാ രീതിയിലും വിശ്വസിക്കാനും അവിടത്തെ പോലെ തന്നെ ജീവിക്കാനും എല്ലാ നിലക്കും മാതൃകയായി അംഗീകരിക്കാനും പിൻപറ്റാനും ബാധ്യതയുള്ളത് ആർക്കാണ്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിനെ കണ്ടുമുട്ടണം, റബ്ബിലേക്ക് മടങ്ങും എന്ന് വിശ്വസിക്കുന്ന, അതേപോലെ തന്നെ ആഖിറമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, അള്ളാഹു നിർത്തുന്ന ദിവസത്തെക്കുറിച്ച് പേടിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ. ഈ പേടി ഇല്ലാത്തത് കൊണ്ടാണ് നിഷേധങ്ങൾ. ഈ പേടിയുണ്ടോ? അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന പേടിയുണ്ടോ? ആഖിറത്തെ ഭയപ്പെടുന്നുണ്ടോ? ഈ റസൂലിനെ കൃത്യമായി അംഗീകരിക്കണമെന്ന് 33-ാം അധ്യായം 21-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. എല്ലാറ്റിലും ഉദാത്തമായ മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുണ്ട്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ദേഹത്തെക്കാൾ കാര്യപ്പെട്ട, എല്ലാറ്റിനേക്കാളും സ്വന്തം ദേഹത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഗണിക്കേണ്ടതുണ്ട്. ആര്? യഥാർത്ഥ സത്യവിശ്വാസികൾ. അങ്ങനെ അടുത്ത ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ വിശ്വാസപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും നമ്മൾ ഇത്തിബാഇന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. 2, വാക്കുകളിലുള്ള ഇത്തിബാ. സുന്നത്തിന്റെ പ്രാധാന്യം അറിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് ഹദീസിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു. ഉദാഹരണം, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നമസ്കരിക്കുന്നത് എപ്രകാരമാണോ, എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കണം. നമ്മളാരും, ഇവിടുത്തെ മുജാഹിദുകളോ ജമാഅത്തെ ഇസ്ലാമിക്കാരോ തബ്ലീഗ് ജമാഅത്തുകാരോ ഇവിടുത്തെ സമസ്തക്കാരോ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചെന്ന് കണ്ടവരല്ല. പക്ഷേ സ്വഹാബത്ത് അത് കണ്ടവരാണ്. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടിക്കൊണ്ട് അവസാനിക്കുന്നത് വരെ A to Z കൃത്യമായി സ്വഹാബത്ത് അത് വിശദീകരിച്ചിട്ടുണ്ട്. ആ സ്വഹീഹായ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ നമസ്കരിച്ചത് എന്ന് നമ്മൾ നോക്കി കാണണം. എന്നിട്ട് അതുപോലെ നിസ്കരിക്കണം. നബി ചെയ്തത് ചെയ്യുമ്പോൾ പരിഹസിക്കാൻ നമുക്ക് പാടില്ല. പരമാവധി പഠിക്കുക, അതനുസരിച്ച് ചെയ്യുക. അതോടൊപ്പം നബിയുടെ വാക്കിന് ഉദാഹരണം, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നമസ്കരിക്കുന്നത് എപ്രകാരമാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുന്നു. എത്ര ആളുകളുണ്ട് ഈ മുസ്ലിം തറവാട്ടിൽ? എത്രയെത്ര സുഹൃത്തുക്കളുണ്ട് ഇന്നേ വരെ? ജനിച്ചിട്ടെത്ര വർഷമായി? ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവല്ല കൊടുത്തിട്ട് എത്ര വർഷമായി? ഇന്നേ വരെ നമ്മുടെ നേതാവ് നമസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്തതുപോലെ ഒരു വുളു ചെയ്യാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട്? എന്തൊക്കെയോ ത്വരീഖത്തുകളാണ് അവർക്ക്. മദ്ഹബിനോടുള്ള അന്ധമായ പക്ഷപാതിത്വമാണ് അവർക്ക്. ഏതൊക്കെയോ ഖാദിമാർ, ഏതൊക്കെ ഇമാമമാർ, ഏതൊക്കെയോ ഉസ്താദുമാർ, ഏതൊക്കെയോ നേതാക്കന്മാർ പറഞ്ഞതനുസരിച്ച് നബിയുടെ വാക്കുകൾക്ക് സ്ഥാനം കൊടുക്കാതെ ഇന്നേ വരെ നമ്മുടെ നേതാവ് വുളു ചെയ്തതുപോലെ ഒരു വുളു പോലും ചെയ്യാൻ കഴിയാത്ത ഭാഗ്യം കെട്ട സഹോദരങ്ങളുണ്ട്. നമുക്ക് ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്നേ വരെ നമ്മുടെ നേതാവ് നമസ്കരിച്ചതുപോലെ ഒരു നമസ്കാരം നമസ്കരിക്കാൻ കഴിയാത്ത എത്രയോ സഹോദരന്മാർ, സഹോദരിമാർ, ഉമ്മമാർ, പങ്ങന്മാർ, ഉപ്പമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്. അതുകൊണ്ട് ഹദീസ് സെമിനാറിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി, വിവരങ്ങൾ അറിഞ്ഞ്, കാര്യങ്ങൾ നോട്ട് ചെയ്ത് നമ്മൾ സമൂഹത്തിലേക്ക് നമ്മുടെ ഈ സുന്നത്തിനെ പഠിപ്പിക്കണം, എത്തിക്കണം. വിഷയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. അപ്പൊ അവിടുത്തെ വാക്കുകളെ കൃത്യമായി അനുധാവനം ചെയ്യുക. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. അവിടുത്തെ വാക്കിന് ഒരു ഉദാഹരണമാണ്. ആരെങ്കിലും അന്യ സമൂഹത്തോട്, അന്യരുടെ മന്യമതസ്ഥരായ ആളുകളുടെ വിശ്വാസങ്ങളോടോ പ്രവൃത്തികളോടോ ചെയ്തികളോടോ ആരെങ്കിലും സദൃശ്യം വന്നാൽ അവൻ നമ്മളിൽപ്പെട്ടവനല്ല, അവനിൽ പെട്ടുപോയി. അപ്പൊ ക്രിസ്തുമസിന് നമ്മുടെ നാട്ടിലെ പലരും സ്റ്റാർ തൂക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മുടെ വീട്ടിലും ഒരു സ്റ്റാർ തൂങ്ങിയാൽ നമ്മുടെ നേതാവിന്റെ വാക്കിനെ ഇത്തിബായി ചെയ്യുന്നതിനെതിരായി അവൻ അവരിൽ പെട്ടുപോയി. ഒരു ഉദാഹരണമാണ്.
അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, വേഷവിധാനത്തിലോ നമ്മുടേതായ ഏതെങ്കിലും കാര്യങ്ങളിലോ അന്യ സമൂഹത്തോട് സദൃശം പുലർത്തിയാൽ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളെ തള്ളിയവനായി. വാക്ക് പരിപൂർണമായി അംഗീകരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. പ്രവൃത്തിയിലുള്ള ഇത്തിബാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരുത്തം, അവിടുത്തെ കിടത്തം, അവിടുത്തെ നമസ്കാരം, അവിടുത്തെ നോമ്പ്, അവിടുത്തെ ഹജ്ജ്, അവിടുത്തെ ഇബാദത്തുകൾ എല്ലാം ഇന്ന ഇന്ന രീതിയിലാവണമെന്ന രീതിയിൽ അവിടുന്ന് ഓരോന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ചൈതികൾ, ആ പ്രവൃത്തികൾ അതുപോലെ തന്നെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. ഉപേക്ഷയിലുള്ള ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. അതുകൊണ്ട് നബി ഒഴിവാക്കിയത്, നബി വർജിച്ചത്, നബി മാറ്റിവെച്ചത് നമ്മളും മാറ്റിവെക്കണം. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യോദയ സമയത്ത് ആ സമയങ്ങളിലുള്ള നമസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിച്ചിരുന്നു. എന്തേ നമ്മൾ ആ സമയത്ത് നമസ്കരിക്കാതെ മാറി നിൽക്കുന്നത്? നബിയോടുള്ള ഇത്തിബാ ആണ്, നബിയോടുള്ള ഇത്തിബാ ആണ്. ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത്, അവിടുന്ന് ഏതൊക്കെ കാര്യങ്ങൾ വർജിച്ചിട്ടുണ്ട്, നാമും അത് ഉപേക്ഷിക്കുക, നമ്മുടെ നേതാവിനെ ഇത്തിബാ ചെയ്യാൻ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നേരെ എതിരാകുന്ന, മുഖാലഫയാകുന്ന നബിചര്യക്ക്, നബിയുടെ വിശ്വാസപരമായും കർമ്മപരമായും വാക്കാലും പ്രവൃത്തിയാലുമുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരാകുന്ന പരിപാടിയുണ്ട്. വിശ്വാസത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഉപേക്ഷയിലുമൊക്കെ എതിരാകുന്ന പരിപാടി, അത് നമുക്ക് പാടുള്ള സംഗതിയല്ല എന്നതും നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുക. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുധാവനം ചെയ്യുന്നതിൽ ശർഇലുള്ള സ്ഥാനം എന്താ? നമ്മുടെ ആരാധനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ നിർബന്ധമായ ഒരു ഘടകമാണ് നബിയെ ഫോളോ ചെയ്യണം. നിസ്കരിച്ചാ പോരാ, എങ്ങനെയും നിസ്കരിച്ചാ പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പോലെ നിസ്കരിച്ചാൽ അല്ലാഹ് സ്വീകരിക്കുള്ളൂ. ഏത് കാര്യവും അങ്ങനെ തന്നെ, ഏത് കാര്യവും അങ്ങനെ തന്നെ. ഇസ്ലാമിലെ രണ്ട് അടിസ്ഥാനങ്ങളിൽ ഒന്നായ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നത് എന്റെ ജീവിതം സാക്ഷിയാണ് എന്ന് റബ്ബിനോട് നമ്മൾ പറയുന്നുവെങ്കിൽ, അത് ആ ജീവിതത്തിൽ ശരിയാവണമെങ്കിൽ സുന്നത്ത് അംഗീകരിച്ചവരാവണം. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിലൂടെ മാത്രമാണ് സ്വർഗപ്രവേശനം നമുക്ക് ലഭിക്കുന്നത്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ, എല്ലാവരും എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകും, വിസമ്മതിച്ചവനൊഴികെ. ഖാലു യാ റസൂലല്ലാഹ് വമൻ യഅബാ, അള്ളാഹുവിന്റെ റസൂലെ ആരാണ് വിസമ്മതിച്ചവൻ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ചോദിച്ചു. ഖാല മൻ അത്വാഅനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ, എന്നെ ആര് അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, ആര് എന്നെ ധിക്കരിച്ചുവോ അനുസരിക്കാതെ മാറി നിന്നുവോ ധിക്കാരം കാണിച്ചുവോ അവൻ വിസമ്മതിച്ചവൻ തന്നെ. യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വൂജൂഹ് എന്ന പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് 3-ാം അധ്യായം 106-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി, ഫഅമ്മല്ലദീന ബിയല്ലത്തു വുജൂഹ് ഫഅഹ്ലുസ് സുന്ന വൽ ജമാഅ. നാളെ പരലോകത്ത് ചില മുഖങ്ങൾ വെളുക്കും, ചില മുഖങ്ങൾ കറുക്കും, പൊടി പുരടും, ഇരുളും. ഈ മുഖങ്ങൾ വെളുത്ത് വെട്ടിത്തിളങ്ങുന്നവർ സുന്നത്ത് പിൻപറ്റുന്ന ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിനെ വിശദീകരിച്ചത്, സ്വഹാബത്ത് മനസ്സിലാക്കിയത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. വഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹും ഫഅഹ്ലുൽ ബിദ്അ വല്ലലാല, മുഖങ്ങൾ കറുത്തു പോകുന്ന ആളുകൾ ഈ പ്രവാചകന്റെ കാര്യങ്ങൾ വിശ്വാസരംഗത്തും അതേപോലെ തന്നെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദവും അവിടുന്ന് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സംഗതിയും അവിടുന്ന് ഉപേക്ഷിച്ച വിഷയങ്ങൾ ഉപേക്ഷിക്കലിലും അതംഗീകരിച്ച് ജീവിക്കാതെ വഴിതെറ്റിപ്പോയ ബിദ്അത്തുകളിലേക്ക് പോയ, വഴിതെറ്റിപ്പോയ ബിദ്അത്തിന്റെയും ളലാലത്തിന്റെയും കക്ഷികളാണെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നു. അഹ്ലുസുന്ന വൽ ജമാഅയുടെ വ്യാഖ്യാനം. ഇനി നോക്കൂ നിങ്ങൾ, അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻപറ്റ്, സുന്നത്ത് പിൻപറ്റൽ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ പറയണം, അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടണമെങ്കിൽ, ഇഷ്ടപ്പെടണമെങ്കിൽ, അള്ളാഹിനെ ഇഷ്ടപ്പെടണം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുവിൻ എന്ന് റസൂലെ നിങ്ങൾ പറയണം. എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കും, പാപങ്ങൾ പുറത്തു തരും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് സൂറത്തു ആല ഇംറാനിൽ 31-ാമത്തെ വചനത്തിലൂടെ.
അപ്പൊ സ്വർഗപ്രവേശനത്തിന് അത് കാരണമാണ്. അള്ളാഹുവിന്റെ ഇട്ട കിട്ടണമെങ്കിൽ അത് കാരണമാണ്. പ്രവാചക സ്നേഹം സാധ്യമാകാനുള്ള യഥാർത്ഥ മാർഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക എന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കാർക്കും സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ ഇന്നേ വരെ ഒരു പ്രാവശ്യം സ്നേഹിക്കാൻ നമുക്ക് സാധ്യമല്ല. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ സ്വഹാബിയാണ്. ഉഹുദ് യുദ്ധരംഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടേണ്ടി വന്ന സ്വഹാബത്ത് നട്ടോട്ടമോടുന്ന ഒരു പ്രത്യേക സാഹചര്യം. യുദ്ധത്തിന്റെ ആദ്യത്തിൽ വിജയവും പിന്നീട് പരാജയവും ഉണ്ടായല്ലോ. അനുസരണക്കേടുണ്ടായപ്പോ അള്ളാന്റെ പരീക്ഷണം ഉണ്ടായല്ലോ. ശത്രുക്കൾ പിന്നിൽ നിന്ന് അമ്പെയ്യാൻ തുടങ്ങിയപ്പോ ഓടേണ്ടി വന്നു മുഅ്മിനീങ്ങൾ. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു സ്വഹാബിയും ഒറ്റപ്പെടുകയാണ് ഒരു മലയുടെ ഇപ്പുറത്ത്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആണ് കൂടെയുള്ളത്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു മുമ്പിൽ ഓടുന്നു, നബി ബാക്കിലാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുമ്പിലേക്കാക്കിയിട്ട് ത്വൽഹ റളിയല്ലാഹു അൻഹു ബാക്കിലേക്ക് ഇറങ്ങി. എന്തേ കാരണം? അതിന് ബാക്കിലാണ് ശത്രുക്കളുള്ളത്. അവർ എന്തെങ്കിലും അമ്പെയ്താൽ, അവര് വല്ല എതിർപ്പുകളും ഉണ്ടാക്കിയാൽ, ശല്യമുണ്ടാക്കിയാൽ നമ്മുടെ നേതാവിന് തട്ടരുത്, എന്റെ ദേഹത്ത് തട്ടാതെ. എന്തോ ഒരു സ്നേഹം സ്വർഗം കിട്ടാൻ. ആ സന്ദർഭത്തിൽ അങ്ങനെ ഓടുമ്പോ ശത്രുക്കളെ നോക്കുന്നു, നേതാവിനെ നോക്കുന്നു, ശത്രുക്കളെ നോക്കുന്നു, റസൂലുള്ളാഹിനെ നോക്കുന്നു. ശത്രുക്കൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നേതാവിനെ നോക്കി, പിന്നെ ശത്രുവിനെ പുറകോട്ട് നോക്കി, പിന്നെ നേതാവിനെ നോക്കുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നില്ല. ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രഹസ്യ കിണറിൽ വീണിട്ടുണ്ട്. അവിടെ നിന്ന് മുൻപല്ല് പൊട്ടി വേദനിച്ച് കരയുകയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു വേഗം അന്വേഷിച്ച് മുന്നോട്ട് നടന്നപ്പോ കിണറിൽ വീണ് കിടക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ ഇതാ ഇവിടെ എത്താനുമായിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മെപ്പോലെ കച്ചവടമുള്ള വ്യക്തിയാണ്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. അദ്ദേഹത്തിന് ചിന്തിക്കാമായിരുന്നു, ഈ കിണറിൽ വീണ റസൂലുള്ളാഹിനെ എന്തായാലും ശത്രുക്കൾ പിടിക്കും, ഞാനും ചാടിയാൽ എന്നെയും റസൂലിനെയും പിടിക്കും, അതുകൊണ്ട് തൽക്കാലം എനിക്ക് എന്റെ കുട്ടികൾ, എന്റെ മക്കൾ, ആലോചിക്കാമായിരുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു അതല്ല ചിന്തിച്ചത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ആരും യഥാർത്ഥ മുഅ്മിനാവില്ല. നിങ്ങളുടെ വാപ്പ, മക്കൾ, നിങ്ങളുടെ ഇഷ്ടജനങ്ങൾ ഏതൊക്കെയുണ്ടോ ആ ഇഷ്ടജനങ്ങളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ എന്നോട് സ്നേഹം വരുന്നത് വരെ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പുരുഷമാകുന്നത് വരെ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ ഒരാളും മുഅ്മിനാവുകയില്ല എന്ന ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കിണറിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഓർക്കുകയാണ്. നേരെ ചാടി ആ കിണറിലേക്ക് എടുത്തു വീണു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിന്നുകൊടുത്തു, കുനിഞ്ഞു നിന്നുകൊടുത്തു. ത്വൽഹ റളിയല്ലാഹു അൻഹു, നബി ഞങ്ങൾ ചവിട്ടി കേറി രക്ഷപ്പെടിൻ. കാരണം അള്ളാഹുവിന്റെ ഖുർആനും നിങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകളും ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾ ഇവിടെ അവശേഷിക്കണം. ത്വൽഹന്റെ കാര്യം വിട്ടോളിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിണറിൽ വെച്ച് പറഞ്ഞു, ത്വൽഹ ഞാൻ രക്ഷപ്പെടാം, പക്ഷെ നീയോ? നബിയോട് പറഞ്ഞു, ഇതൊരു സംവാദത്തിന്റെ സമയമല്ല നബിയെ, ശത്രുക്കൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം. അതാണ് ബുദ്ധി, എന്റെ അനുയായി പറയുന്നതാണ് ശരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിൽ ചവിട്ടി രക്ഷപ്പെടുകയാണ്. എന്നിട്ട് കയറിയിട്ട് കൈ കൊടുക്കുന്ന ചരിത്രത്തിൽ കാണാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ത്വൽഹ വാ, രക്ഷപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൈ കൊടുക്കുന്നില്ല ത്വൽഹ റളിയല്ലാഹു അൻഹു. നബിയെ നിങ്ങളൊന്ന് പിറകോട്ട് നോക്കിൻ, ശത്രുക്കൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്, എന്റെ കാര്യം പോവട്ടെ നബിയെ, നിങ്ങൾ ഓടി രക്ഷപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി ശത്രുക്കളെ കണ്ടു. എന്റെ അനുയായി പറയുന്നതാണ് ശരിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അനുയായിയെ കിണറ്റിലിട്ടിട്ടാ രക്ഷപ്പെടുന്നത്. അതും എന്നെ രക്ഷപ്പെടുത്തിയ അനുയായിയ, എല്ലാത്തിനേക്കാളും എന്നെ സ്നേഹിച്ച അനുയായിയ. എന്തൊരു വിഷമമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുകയാണ്. അതിസാഹസികമായി അയോധന കലയുള്ള എല്ലാം കൊണ്ട് ഉഷാറായ ത്വൽഹ റളിയല്ലാഹു അൻഹു കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. മഹാനായ ആ സ്വഹാബി വീണ്ടും ഓടുകയാണ്. ഓടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയാണ് വീണ്ടും. അതുകൊണ്ട് ദുനിയാവിൽ വെച്ച് എന്റെ നേതാവിനെ മരണത്തിന് മുമ്പായി ഒന്നുകൂടി കണ്ടല്ലോ. ആ പൂമേനയിൽ ഉമ്മ വെക്കുമ്പോ ശത്രുക്കൾ വളഞ്ഞു, ഇനി രക്ഷയില്ല, രണ്ടാക്കും. എന്താ ത്വൽഹ റളിയല്ലാഹു അൻഹു ചെയ്തത്? ശരീരത്തിന്റെ മുഴുവൻ മസിൽ ഭാഗങ്ങളും വിടർത്താൻ പറ്റുന്ന അത്ര വിടർത്തി ശരീരം നന്നായി വിശാലമാക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നെഞ്ഞിലേക്ക് ചേർത്ത് വെച്ചിട്ട് ശത്രുക്കളോട് പറഞ്ഞു, നിങ്ങൾ തുടങ്ങിക്കോളി നിങ്ങളെ പരിപാടി. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഈ ഹദീസ് ജീവിതത്തിൽ അങ്ങ് പകർത്തുകയാണ്. എല്ലാറ്റിനേക്കാളും നബിയെ സ്നേഹിക്കാൻ. അങ്ങനെ ശത്രുക്കൾ അമ്പെഴിയുന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു ദേഹത്ത് അങ്ങനെ വന്ന് പതിക്കുന്നു, വാളുകൾ കൊണ്ട് വെട്ടേൽക്കുന്നു, രക്തം ചീറ്റിയൊഴുകുന്നു. ഏകദേശം പകുതി ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവേറ്റു, അമ്പ് വന്ന് തറച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വൽഹ പകുതി നിങ്ങൾ സഹിച്ചില്ലേ, ഇനി ഞാനൊന്ന് അങ്ങോട്ട് നിൽക്കാം, നീ ഉള്ളിൽ നിൽക്ക്, എന്നിട്ട് ഈ പീഡനത്തിൽ, ഈ അക്രമത്തിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ത്വൽഹ പറഞ്ഞതെന്താ?
എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ പറ്റില്ല, ഈ ത്വൽഹ സമ്മതിക്കില്ല. ലഹരി ലഹരി ദൂന ലഹരിക യാ റസൂലല്ലാഹ്, ലഹരി ലഹരി ദൂന ലഹരിക യാ റസൂലല്ലാഹ്. ഈ ത്വൽഹ സമ്മതിക്കില്ല നബിയെ. ഈ ത്വൽഹയുടെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം ഈ ത്വൽഹക്ക് അമ്പുകൾ വന്ന് തറച്ച് രക്തം ചീറ്റി ഒഴുകി ഈ ത്വൽഹയുടെ മുതുക് തകർന്ന് തരിപ്പണമായി ത്വൽഹ നിലംപതിക്കും. എന്നിട്ടും മതി ഒരമ്പ് നിങ്ങളുടെ പൂമേനിയിൽ. ഇങ്ങനെ സ്നേഹിക്കാൻ, സ്വഹാബികളെ പോലെ നബിയെ സ്നേഹിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. അതിനുള്ള ഭാഗ്യം നമുക്കില്ല. എന്നാൽ അവിടുത്തെ വിശ്വാസങ്ങൾ, അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ സുന്നത്തുകൾ പ്രിയപ്പെട്ടവരെ കൃത്യമായി നെഞ്ചിലേക്ക് ആ നബിയെ സ്നേഹിക്കാൻ ആരൊക്കെ എതിരായാലും ആ നേതാവിനെ കൃത്യമായി പിൻപറ്റാൻ നമുക്ക് സാധിക്കണം. അതിലാണ് ഖൈറുള്ളത്. വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഈ ഇത്തിബാ റസൂലിന്റെ കാര്യമായ കാതലായ സംഗതിയാണ് ശർഇലെ പ്രമാണങ്ങളെ അംഗീകരിക്കൽ, ആദരിക്കൽ. ഇൻഷാ അല്ലാഹ് അബൂബക്കർ സലഫി അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. ഒരു ചരിത്ര സംഭവം അതുമായി ബന്ധപ്പെട്ട് എന്റെ വിഷയത്തിലും വരുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുഗഫർ റളിയല്ലാഹു അൻഹു, ആ സ്വഹാബിയിൽ കാണുന്ന ഒരു ചരിത്രം. പള്ളിയിൽ വിരൽ മുടിച്ചുകൊണ്ട് ഒരു ചെറിയ കല്ല് വിരലിൽ മുടിച്ചുകൊണ്ട് എറിയുന്ന, ലക്ഷ്യം തെറ്റി എറിയുന്ന, ലക്ഷ്യമില്ലാത്തൊരു ഏറ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചൊരു സംഗതിയാണ്. പക്ഷെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇയാൾ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം വിശദീകരിച്ചു, പാടില്ല എന്ന് പറഞ്ഞു. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന റസൂലുള്ളാഹി കാന യൻഹാ അനിൽ ഹദ്ഫി വകാന യക്റഹു. ആ സ്വഹാബി ആ മനുഷ്യനോട് പറഞ്ഞു, ചെയ്യരുത്, റസൂലുള്ളാഹി വിരോധിച്ചൊരു സംഗതിയാണ്, ഞങ്ങൾക്കറിയാം, റസൂലുള്ളാഹി അത് വിരോധിച്ചിട്ട് ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഇയാളെ ഗൗനിക്കാതെ ഈ മനുഷ്യൻ വീണ്ടും ചെയ്തു. അയാളോട് പറഞ്ഞു, വല്ലാഹി ലാ ഉകല്ലിമുക അബദ. റസൂലുള്ളാഹിന്റെ വാക്കിനോട് എതിര് കാണിക്കുന്ന, നിഷേധ പ്രവണതയും അവഗണനയും കാണിക്കുന്ന ആളുകളോട് മുൻഗാമിയുടെ രീതി എന്താ? അള്ളയാണ് സത്യം, ഇനി ഒരിക്കലും എന്നോട് ഞാൻ മിണ്ടൂല. നോക്കൂ നിങ്ങൾ, എത്രമാത്രം ഗൗരവമാണ് വിഷയം. അതേപോലെ തന്നെ നിങ്ങൾ നോക്ക്, മഹാനായ ഇതേ വിഷയത്തിൽ, ഈ സംഭവത്തിൽ തന്നെ മറ്റൊരു സംഗതി നമുക്ക് കാണാൻ സാധിക്കും. ഖറാബ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ ഈ സ്വഹാബി പള്ളിയിലേക്ക് ചെന്നപ്പോൾ, റഅയ്തു ഫിൽ മസ്ജിദി ഫതൻ യഖ്ദിഫു ഫഖാല ലഹു ശൈഖുൻ ലാ തഖ്ദിഫ്. ഞാൻ അങ്ങനെ പള്ളിയിൽ ചെന്നപ്പോ ഒരു യുവാവ് ഇങ്ങനെ ഈ കല്ല് മടക്കി പിടിച്ചുകൊണ്ട്, വിരല് മടക്കി പിടിച്ച് ഈ പറയുന്ന ഖദ്ഫ് എന്ന് പറയുന്ന വിരോധിക്കപ്പെട്ട ആ ഏറ് ഇയാൾ എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പ്രായമുള്ള ഒരു സ്വഹാബി അയാളോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്. ഫഇന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനിൽ ഖദ്ഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഈ ഷെയ്ഖിന്റെ, ഈ പ്രായമുള്ള ഈ സ്വഹാബിയുടെ വാക്ക് കേൾക്കാതെ അയാൾ പറഞ്ഞു പോയല്ലോ, സാറില്ല, ഞാൻ ഇത് തന്നെ തുടരും എന്നുള്ള നിലയ്ക്ക് ഇയാൾ വീണ്ടും ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു. ഇയാളത് കണ്ടു, ഈ സ്വഹാബി അത് കണ്ടു. വല്ലാഹി ലാ അശ്ഹദു ലക ജനാസതൻ. ഉടനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു സംഗതി, വെറുത്ത ഒരു സംഗതി, നീ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഗൗനിക്കാതെ ചെയ്ത അയാളോട് സ്വഹാബി പറയുകയാണ്, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ജനാസ സംസ്കാരത്തിൽ ഞാൻ പങ്കെടുക്കില്ല. വലാ അഊദുക ഫീ മറദിൻ. നീ രോഗിയായി കിടന്നാൽ രോഗസന്ദർശനം ഈ ഉള്ളവൻ നീ രോഗിയായാൽ സന്ദർശിക്കില്ല. വല ഉകല്ലിമുക അബദാ. ഞാൻ നിന്നോട് ഒരിക്കലും മിണ്ടൂല്ല. എന്തേ കാരണം? റസൂലുള്ള വിരോധിച്ചൊരു സംഗതി ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്, റസൂലുള്ള വെറുത്തൊരു സംഗതി ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പ്രമാണം കൃത്യമായി അംഗീകരിക്കാത്ത വ്യക്തിയോടുള്ള വിദ്വേഷമാണ്. അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ, ഇസ്ലാമിന്റെ മാർഗത്തിൽ ഈ വിഷയത്തിൽ കണിശമായ നിലപാട് മുൻഗാമികൾക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിഷയത്തെ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ നാട്ടിൽ അവഗണിക്കപ്പെടുന്ന ഒരുപാട് സുന്നത്തുകളുണ്ട്, നിസ്സാരമായി കാണാൻ. സുന്നത്തിന്റെ ആൾക്കാരാണ് നമ്മൾ, ഹദീസ് സെമിനാർ സംഘടിപ്പിക്കുന്നവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പറഞ്ഞ വിശ്വാസ രംഗത്തും പ്രവർത്തന രംഗത്തും വാക്കിനാലും പ്രവൃത്തിയാലും മൗനാനുവാദത്താലും അവിടുന്ന് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സംഗതികളിലും അവിടുന്ന് ഉപേക്ഷ വരുത്തിയതിലുമൊക്കെ കണിശമായ നിലപാട് സ്വീകരിക്കാൻ പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ നമ്മളിൽ നിന്ന് ചില സുന്നത്തുകൾ അവഗണിക്കപ്പെടുന്നു, നമ്മൾ ശ്രദ്ധിക്കാതെ, ഓർമ്മയില്ലാതെ. ഉദാഹരണം, അദ്കാറു സ്വബാഹ്, അദ്കാറുൽ മസാ. ഗൾഫിലേക്ക് പോയ സഹോദരൻ വളരെ ഭംഗിയായി പ്രിന്റ് ചെയ്തിട്ടുള്ള നല്ല നല്ല ബാനറുകൾ, അതുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകൾ നമ്മുടെ കയ്യിലുണ്ട്. ചെറുതും പള്ളിയിൽ വെക്കാൻ പറ്റിയതും വീട്ടിൽ വെക്കാൻ പറ്റിയതും ഓരോ റൂമിലും അതെ ഓരോരുത്തർക്കും ഓർമ്മയാക്കാൻ പറ്റിയ രീതിയിലുള്ള, അതേപോലെ തന്നെ കാർഡ് രൂപത്തിൽ കീശയിൽ കൊണ്ടുവടക്കാൻ കഴിയുന്ന രീതിയിലൊക്കെ അദ്കാറു സ്വബാ, അദ്കാറുൽ മസാ നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ പള്ളിയിലുണ്ട്. പക്ഷേ
പ്രഭാത സമയത്ത് ആ ദിക്ർ ചെയ്യാൻ നമ്മളെ കിട്ടുന്നില്ല, അവഗണിക്കപ്പെടുന്നു നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമൊക്കെ ഈ വിഷയത്തിൽ ദാക്കിരീങ്ങളായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. സത്യവിശ്വാസികളെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രത്യേകം നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാവണം. പരിശുദ്ധ ഖുർആന്റെ കൽപ്പന അത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു, അല്ലേ? അതുകൊണ്ട് അപ്പോഴുള്ള ആ ദിക്റുകൾ ഏതാണ് എന്ന് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പ്രഭാതത്തിൽ മാത്രം പോരാ, പ്രദോഷത്തിലും വൈകുന്നേരവും അതൊന്ന് ദായിമാക്കാൻ നമുക്ക് സാധിക്കണം. അവഗണിക്കരുത്. അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കൂ, അള്ളാഹിനോട് പ്രാർത്ഥിക്കാനേ പാടുള്ളൂ, റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കരുത്. ജനപ്രദേശത്തോ വിജനപ്രദേശത്തോ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്നിൽ വാശി പിടിക്കുന്നവരാണ് നമ്മളെങ്കിൽ, നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാത്ത ദിക്റെടുക്കാത്തൊരവസ്ഥയുണ്ടെങ്കിൽ റബ്ബിന് നമ്മളെ വേണോ? വിഷയം ഗൗരവമാണ്. അതുകൊണ്ട് അവഗണിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റെടുത്തിട്ടുണ്ട്, സ്വഹാബത്തും അങ്ങനെ തന്നെ. അപ്പൊ അദ്കാർ സ്വബാ, അദ്കാറുൽ മസാ വീട്ടിൽ ബാനറായി കിടന്നാൽ പോരാ, പള്ളിയിൽ ഇങ്ങനെ നീണ്ടു കിടങ്ങിയാൽ പോരാ, നമ്മളത് ചൊല്ലുന്നവരാവണം. നമ്മളത് അള്ളാഹുവിനെ ആ വിഷയത്തിൽ നമ്മൾ നാവിനാൽ തക്ബീറുകൾ, തഹ്മീദുകൾ, തക്ബീറുകൾ, തഹ്ലീലുകൾ എടുക്കുന്നവരാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹദീസിന്റെ ആളുകൾ, സുന്നത്ത് പിൻപറ്റുന്ന ആളുകൾ ഇത് ജീവിതത്തിൽ പകർത്തുന്നവരാവണം. അതേപോലെ തന്നെ മറ്റു ഒരുപാട് പ്രാർത്ഥനകൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ 24 മണിക്കൂറിനിടക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ച പ്രാർത്ഥനകൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഉണരുമ്പോ അൽഹംദുലില്ലാ അല്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു, ആകെ കാലൊക്കെ വേദന, അങ്ങനെയല്ല എഴുന്നേൽക്കേണ്ടത്, ഇത് ചൊല്ലിക്കൊണ്ടായിരിക്കണം. സുന്നത്തിന്റെ ആളുകൾ അതാണ്. പ്രിയപ്പെട്ടവരെ, അതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാവണം. അതേപോലെ തന്നെ എഴുന്നേറ്റ് ഒന്ന് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ഉറക്കിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചു നീക്കിയതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചൊല്ലിയെങ്കിൽ, റാഹത്തായി ഇതൊന്ന് ചൊല്ലിയെങ്കിൽ അങ്ങനെ തന്നെ ചൊല്ലാൻ, ആ സുന്നത്ത് പിൻപറ്റാൻ നമ്മൾക്ക് സാധിക്കണം. അതേപോലെ തന്നെ പിന്നീട് ബാത്റൂമിലേക്ക് കയറുമ്പോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ചിലർക്കൊരു ഫംഗസാണ്, ബാക്ടീരിയയാണ്, അതങ്ങനെ തന്നെ പറയുന്നവർ അങ്ങനെ പറയട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അതിനെ പഠിപ്പിച്ചത്, അതിനെ അതിന്റേതായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട്, ആൺപിശാജ് പെൺപിശാജ് എന്ന രീതിയിൽ തന്നെ പഠിപ്പിച്ചുവെങ്കിൽ അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഷർറിൽ നിന്ന് നമ്മൾ തേടണം. സഹോദരന്മാരെ, കൊതുകും ഫംഗസും ഒക്കെ അതിന്റേതായ കാര്യങ്ങൾ ഉപയോഗിക്കാം, പക്ഷെ ഇവിടെ ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇനി നിങ്ങൾ നോക്ക്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആവശ്യ നിർവഹണം നിർവഹിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉഫ്റാനക്കല്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവോട് പൊറുക്കലിനെ തേടിക്കൊണ്ടാണ് ഇറങ്ങിയതെങ്കിൽ അങ്ങനെ തന്നെ ചൊല്ലാൻ നമ്മൾ തയ്യാറാവണം. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുന്നവരാണ്. ഒന്ന് ഉണർത്തുകയാണ് നസീഹത്തോടെ, ഞാനും നിങ്ങളും അവഗണിക്കാതിരിക്കാൻ, മറക്കാതിരിക്കാൻ. അതേപോലെ നിങ്ങൾ നോക്ക്, നമ്മൾ അവഗണിക്കുന്ന ഒരു സുന്നത്താണ് ചെരുപ്പ് ഇടുമ്പോഴും ചെരുപ്പ് അണിയുമ്പോഴും ഊരിവെക്കുമ്പോഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ സുന്നത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇദൻ തഅല അഹദുക്കും ഫല്യബ്ദഅ ബിൽ യമീൻ. നിങ്ങൾ ആരെങ്കിലും പാദരക്ഷ ചെരുപ്പ് അണിയുകയാണെങ്കിൽ വലതുകൊണ്ട് ആരംഭിക്കട്ടെ. വഇദാ നസഅ ഫല്യബ്ദഅ ബിശ്ശിമാൽ. നിങ്ങൾ ഇനി ഊരിവെക്കുകയാണോ അടിച്ചു മാറ്റുകയാണോ, ഇടത്തേത് ആദ്യം അടിക്കട്ടെ. ലിതകുനിൽ യുംന ഔലഹുമാ തുൻഅൽ വആഖിറുഹുമാ തുസ്റ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ആദ്യം അണിയുന്നതും അവസാനം അഴിക്കുന്നതും വലത്താവട്ടെ. അതൊന്നുകൂടി വിശദീകരിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാത് ശ്രദ്ധിക്കുന്നത്? അതുകൊണ്ട് അവഗണിക്കരുത് ഒരു സുന്നത്തിനെയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഏതായാലും നമ്മൾ ചെരുപ്പിടും, അപ്പൊ നബി ഇട്ടതുപോലെ നമ്മളത് അഴിച്ചു വെക്കും. അഴിച്ചു വെക്കേണ്ട സന്ദർഭത്തിൽ നബി അഴിച്ചതുപോലെ നമ്മൾ ഡ്രസ് അണിയും, നബി അണിഞ്ഞതുപോലെ നമ്മൾ അഴിക്കും. അത് പ്രവാചകൻ അഴിച്ചതുപോലെ നമ്മൾ മുടി ചീകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീകിയതുപോലെ. ഇങ്ങനെ ഓരോന്നിനും ഈ നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മുടെ നേതാവിനെ അനുധാവനം ചെയ്താൽ അതിന് മഹത്തായ പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് സുന്നത്തിന്റെ പ്രാധാന്യം. അത് അംഗീകരിച്ചുകൊണ്ട് അവഗണിക്കാതെ, അതേപോലെ തന്നെ നിഷേധിക്കാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൃപ്തിപ്പെട്ടുകൊണ്ട് അത് അംഗീകരിക്കുക. ഇനി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴോ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലുന്ന വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഉൾക്കൊണ്ടു, ഞാനത് വിശദീകരിക്കുകയല്ല. അതിൽ പഠിപ്പിക്കുന്ന ആദ്യത്തെ ഒരു കാര്യം സുന്നത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹയോട് മിഖ്ദാം റളിയല്ലാഹു അൻഹു തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം,
ആ പിതാവ് ചോദിച്ചു പോലും മഹദിയായ ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹയോട് ഖുൽതു ലി ആയിഷത ബിഅയ്യി ഷൈഇൻ കാന യബ്ദഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ബൈതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കടന്നു വന്നാൽ, വീട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്തിട്ടാണ് ആരംഭിക്കൽ? എന്താ പ്രവൃത്തി? മഹദിയായ ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാലത്ത് ബിസ്സിവാക്, തന്റെ ദന്ത ശുദ്ധീകരണം നടത്തിയിട്ടാണ്, പല്ല് തേച്ചുകൊണ്ടാണ് വീട്ടിലെ പ്രവർത്തനം ആദ്യം തുടങ്ങാറുള്ളത്. ആരാ ഇത് ശ്രദ്ധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്ക് ഇത്തിബാഅ് ചെയ്യുന്ന ആളുകൾ ചെയ്യണം. അതുകൊണ്ട് അവഗണിക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിസ്സാരമായി നമുക്ക് തോന്നുന്ന എന്നാൽ മഹത്തായ പ്രതിഫലമുള്ള ഈ സുന്നത്തുകളെ അവഗണിക്കാതെ നമ്മൾ സ്വീകരിക്കുക. ദന്തശുദ്ധീകരണം പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുണ്ട്. രാത്രി ഉറങ്ങി എഴുന്നേറ്റാൽ അത് സുന്നത്താണ്. വുളൂഇന് മുമ്പ് അത് സുന്നത്താണ്. നമസ്കാരത്തിന് മുമ്പ് അത് സുന്നത്താണ്. ഖുർആൻ പാരായണത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അത് സുന്നത്താക്കിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു മലക്ക് ഇയാളുടെ വായയോട് നേർന്നു വന്ന് നിൽക്കും. അതുകൊണ്ട് ദുർഗന്ധം വരരുത്. ഖുർആൻ ഓതുകയാണോ നിങ്ങൾ ദന്തശുദ്ധീകരണം നടത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റേതായ രീതിയിൽ കാണാം. ഞാൻ പറയുന്നത് ദന്തശുദ്ധീകരണം, പല്ല് തേക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ ചില മേഖലകളുണ്ട്. അതൊന്നും അവഗണിക്കാൻ നമുക്ക് പറ്റുകയില്ല. വേഷവിധാനത്തിൽ സുന്നത്തുണ്ട്. പുരുഷന്മാർ പുരുഷന്മാരാവണം, സ്ത്രീകൾ സ്ത്രീകളാവണം. ആണ് പെൺകോലവും പെണ്ണ് ആൺകോലവും കെട്ടാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സുന്നത്തിനെ അവഗണിക്കാൻ പാടില്ല. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ വൽ മുതശബ്ബിഹാത്തി മിനൻ നിസാഇ ബിർറിജാൽ. പെണ്ണുങ്ങൾ ആൺകോലം കെട്ടുന്നതും അതേപോലെ തന്നെ ആണുങ്ങൾ പെൺകോലം കെട്ടുന്നതുമായ ഈ സദൃശപ്പെടുത്തൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർ-റജുലു യൽബസു ലിബ്സത്തൽ മർഅ വൽ മർഅതു തൽബസു ലിബ്സത്തർ റജുൽ. പെണ്ണ് ആണിന്റെ ഷർട്ടും അതേപോലെ തന്നെ പാന്റും ഒക്കെ അണിയുക, ആണ് പെണ്ണിന്റേതായ വസ്ത്രവിധാനത്തിലേക്ക് മാറുക. ഇങ്ങനെ കോലം കെട്ടുന്നതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പുരുഷന്മാർ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണം, അവഗണിക്കാൻ പറ്റില്ല. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ സ്ഥാപനത്തിലെ ഇന്ന സുഹൃത്തിന് അത് അലർജി ആയിരിക്കും, അതുകൊണ്ട് തൽക്കാലം എന്റെ റസൂലിനെ ഞാൻ അവഗണിക്കാം, പറ്റുകയില്ല സഹോദരങ്ങളെ. ആരെങ്കിലും അത് പണ്ഡിതന്മാരോ നേതാക്കന്മാരോ അനുയായികളോ ആരാവട്ടെ ഇതിനെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അവഗണിക്കും. ഞാനും അങ്ങനെ തന്നെ. അങ്ങനെ പറ്റില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാർ ഫഫിന്നാർ. ആരെങ്കിലും തന്റെ ഉടയാടയിൽ നിന്ന്, വസ്ത്രത്തിൽ നിന്ന്, ആണുങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നെരിയാണിക്ക് താഴെ വന്നാൽ നരകത്തിലാണതെന്ന്. ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമ ഇലാ മൻ ജറ സൗബഹു ഖുയലാഅ. അതേ നെരിയാണിക്ക് താഴേട്ട് വലിച്ചേക്കുന്ന അങ്ങനെ നടക്കുന്ന വ്യക്തിയെ ഖിയാമത്ത് നാളിൽ അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കില്ല. പിന്നെ നോക്കുന്നത് കോപിച്ചുകൊണ്ടാണ്. റബ്ബിന്റെ കോപമുണ്ടായാൽ അതിനപ്പുറം വേറെ കോപമില്ല. സഹോദരങ്ങളെ, ചിലർക്ക് ഇത് ഗുലുവായി തോന്നുകയാണ്. ആർക്ക്? ചില്ലറക്കാരല്ല. മിമ്പറിൽ കയറി ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ ബാധ്യതയുള്ള, അതേ സ്വൽപ്പം മതം പഠിച്ച ബിരുദമെടുത്ത ആലിമീങ്ങളാണ് പറയുന്നത്. ഞാൻ നേരത്തെ ഹദീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ വിശ്വാസപരമായി നമ്മൾ പിൻപറ്റണമെന്ന് പറഞ്ഞു, കർമ്മപരമായും പിൻപറ്റണമെന്ന് പറഞ്ഞു. ഈ വിശ്വാസത്തിൽ തന്നെ പാളിച്ച സംഭവിച്ച ഒരു സുല്ലമിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. അയാൾ ഏത് തലമുറയിൽ നിന്നാ വന്നത്? ഈ പ്രസ്ഥാനത്തിന്റെ ആദരണീയനായ കെ സി അബൂബക്കർ മൗലവി. അബൂബക്കർ മൗലവിയുടെ അലവി മൗലവി, ഇടവണ്ണ അലവി മൗലവി, അദ്ദേഹത്തിന്റെ മകനായിട്ടാണ് ഈ പണ്ഡിതൻ വന്നതെങ്കിൽ അലവി മൗലവി ഖുർആനിനോടും സുന്നത്തിനോടും തൗഹീദിനോടും സുന്നത്തിനോടും കണിശമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ തലമുറയിൽ നിന്ന് അതിനെല്ലാം നിഷേധിക്കുന്ന അവസ്ഥ. സംസം വെള്ളത്തിന് പുണ്യമില്ല, ഖബർ ശിക്ഷയില്ല, അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഇങ്ങനെ നിഷേധിക്കുന്ന പ്രവണത വന്നപ്പോൾ ഈ സമൂഹം അയാളെ തിരിച്ചറിഞ്ഞു. എന്നതുപോലെ തന്നെ നിങ്ങൾ നോക്ക്, കെ സി അബൂബക്കർ മൗലവി പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. അതായത് ആശാരി ചിപ്പിളി ചീന്തുന്ന ആശാരി മരപ്പണിയെടുക്കുമ്പോ ഈ കച്ചറെങ്ങനെ അദ്ദേഹത്തിന്റെ ഉളി കൊണ്ട് ചിപ്പിളി ചീന്തി ഭക്ഷണത്തിന് അദ്ദേഹത്തെ വിളിക്കുമ്പോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റേതായ കൂലി കൊടുക്കാൻ വിളിക്കുമ്പോൾ ഒരു പ്രത്യേക പണിയെടുക്കലുണ്ടല്ലോ എല്ലാ ആശാരികൾക്കും. കെ സി പറയുന്ന ഉദാഹരണമാണ്. അങ്ങനെ വിളിക്കുന്ന കൂട്ടത്തിൽ കച്ചറകളൊക്കെ ഒഴിവാക്കുന്ന കൂട്ടത്തിൽ ഇയാളുടെ പണിയായുധമായ ഉളിയും അതിന്റെ കൂട്ടത്തിലാണ് നീക്കി. പറ്റൂല, ഇയാൾക്ക് നാളെ പണിക്ക് വരണമെങ്കിൽ ഈ ഉളി വേണം. അതുകൊണ്ട് അതുപോലത്തെ പരിപാടി, ഏത് നിർബന്ധ നമസ്കാര ശേഷമുള്ള ദിക്റുകളും ദുആകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവിടെ ഇരുന്നു കൊണ്ട് ഉസ്താദുമാര് തിരിഞ്ഞിരിക്കുന്നു, അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഉസ്താദ് പറയാണ് സുബ്ഹാനല്ലാഹ്, അപ്പൊ ഖൗമ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്,
അപ്പൊ കൗമ അൽഹംദുലില്ലാ. പിന്നെ മൗലിയാർ ഇങ്ങനെ കൈ ഉയർത്തി അയാൾക്ക് എവിടെയാണോ ശ്വാസം മുട്ടുന്നത് അവിടൊക്കെ കൗമ ആമീൻ പറഞ്ഞു. എന്താ ഈ പറഞ്ഞെന്നറിയില്ല. ഈ കൂട്ട ആമീൻ ഇസ്ലാം എതിർക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻത സലാമു മിൻക സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അത് കഴിഞ്ഞ് അവിടുന്ന് മാറിയിരിക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വിശദീകരിച്ചതാണ്. പിന്നീട് ഒറ്റക്ക് പറയാനുള്ള സംഗതി പറയും. ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. ഈ കൂട്ട ആമീനില്ല, ഈ കൂട്ട ദിക്റില്ല, ഈ കൂട്ട ആമീനില്ല. എന്നാൽ ഒറ്റക്കൊറ്റക്ക് സ്വഹാബത്തിനുണ്ട്, നബിക്കുണ്ട്. ഇത് അംഗീകരിക്കുന്ന നമ്മൾ ഈ കൂട്ടുപ്രാർത്ഥനയെ എതിർക്കുമ്പോ ഉള്ള പ്രാർത്ഥന അതിന്റെ കൂടെ പോവരുത്. ആശാരിയുടെ ഉളിച്ച് നീക്കിയതുപോലെ കെ.സി. അബൂബക്കർ മൗലവി സുന്നത്തിനോട് കണിശമായ നിലപാട് സ്വീകരിച്ച മഹാനായ പണ്ഡിതനാ. ഞാൻ രാഷ്ട്രീയം പ്രസംഗിക്കുകയല്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ എല്ലാ മക്കളും അദ്ദേഹത്തെ പോലെ ലീഗുകാരനാണ്. അദ്ദേഹം ലീഗുകാരനാണ്, മുജാഹിദുമാണ്. പക്ഷെ ലീഗിൽ സ്ഥാനം കിട്ടാതെ പോയത് മുജാഹിദിന്റെ ആദർശത്തിൽ ലൂസ് കാണിക്കാത്തത് കൊണ്ടാണ്. അവരിൽ പലരും പറഞ്ഞു നിങ്ങളെ എവിടെ വേണമെങ്കിൽ എത്തിക്കാം, നിങ്ങൾ ആദർശത്തിലൊന്നും ലൂസ്, നിങ്ങൾ എന്റെ നരകത്തേക്ക് എത്തിക്കാൻ ഞാൻ മതി. കെ.സി. അബൂബക്കർ മൗലവി ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞ ഉദാഹരണമാണ് മുജാഹിദുകളെ ഈ ആശാരിയെ പോലെ കച്ചറ നീക്കുമ്പോൾ ആ ഉളിയും അതിന്റെ കൂട്ടത്തിൽ നീക്കല്ലേ. കൂട്ടുപ്രാർത്ഥന എതിർക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന പോവല്ലേ വേണം. സുന്നത്തിനോട് കണിശത. നാരിയ സ്വലാത്ത്, കമാലിയ സ്വലാത്ത്, കഞ്ചുൽ അർശ്, സലാമത്തുൽ ഈമാൻ വക 313 അങ്ങനത്തെ ഏടുകൾ സ്വലാത്തുകൾ ഇല്ലാത്തത്. ഇതിനെ എതിർക്കുമ്പോൾ ഉള്ള സ്വലാത്ത് പോവല്ലേ. വ്യാഴാഴ്ചയിൽ സ്വലാത്തുണ്ട്, വെള്ളിയാഴ്ചയിൽ സ്വലാത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. അതേപോലെ തന്നെ മയ്യത്ത് നമസ്കാരത്തിലുണ്ട്, നിർബന്ധ നമസ്കാരത്തിൽ നമുക്കറിയാം തശഹുദിലുണ്ട്. ഇങ്ങനെ സ്വലാത്ത് പ്രാർത്ഥനയുടെ അവസാനത്തിലുണ്ട്. ഇങ്ങനെ സ്വലാത്ത് സുന്നത്താക്കപ്പെട്ട മേഖലകളുണ്ട്. ഈ ഉള്ളത് അതിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട്, ഇല്ലാത്തതിനെ എതിർക്കുമ്പോൾ ഉള്ളതും പോകരുത് എന്ന് കെ.സി. അബൂബക്കർ മൗലവി പറയാം. അത്ര സുന്നത്തിനോട് കണിശമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയോട് തമാശ രൂപത്തിലാണ് അദ്ദേഹത്തിന്റെ മറുപടികളൊക്കെ ഉണ്ടാവല്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെ മക്കളൊക്കെ ലീഗാണല്ലോ, നിങ്ങളെ അർത്ഥ മുറിച്ച വാപ്പാനി മക്കളെയൊക്കെ അർത്ഥ മുറിച്ചിട്ട് പച്ച ചോര പോരും, അങ്ങനത്തെ ലീഗുകാരാണ്. പക്ഷെ ഒന്നിനെ അങ്ങ് കിട്ടിയില്ലേ, അവരെ മക്കളിൽ ഒരാള് മാർക്സിസ്റ്റാണ് പോലും. ഞാൻ രാഷ്ട്രീയം പ്രസംഗിക്കല്ല. ഉടനെ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട് അരീക്കോട് വെച്ച്, അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച്, ലീഗിന്റെ സ്റ്റേജിൽ വെച്ച് ഉറച്ച മറുപടി. ഏതൊരു തെങ്ങിന്റെ കൊരലിലും നല്ല തേങ്ങളുണ്ട്, ഒരു പേടേങ്ങ ഉണ്ടാവില്ലേ, ആ പേടായി കൂട്ടിക്കോന്നു. ഇങ്ങനെ വളരെ കൃത്യമായി ഉദാഹരണം പറയുന്ന ഒരു ഖത്തീബിനെ, എന്റെ പിതാവ് അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, ചാലിയത്ത് ഖത്തീബായി കെ.സി. അബൂബക്കർ മൗലവി ജോലി ചെയ്യുമ്പോ ഒരിക്കൽ നീ എനിക്ക് പകരം അടുത്ത ആഴ്ച പോകണമെന്ന് പറഞ്ഞപ്പോ വാപ്പ ചോദിച്ചു, വല്ല ഫുട്ബോൾ കളിയെ കാര്യമായിട്ട് കാല് ഉളുക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും വേറെ ആളെ ഞാൻ ഏൽപ്പിച്ചാലോ മൗലവി. ഇത്തിക്കണ്ണിയാണ്, ഇത്തിക്കണ്ണിയാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചത് തന്നെ. ഇങ്ങനെ ഉദാഹരണം വളരെ കൃത്യമായി ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുകൊടുത്ത് സുന്നത്തിനോട് കണിശത കാണിച്ച ആ പണ്ഡിതന്റെ അതേ തലമുറയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മക്കളിൽ നിന്ന് വരുന്നു. ഇതൊക്കെ ഉലുവാണ് പോലും. താടി നീണ്ടാൽ ഉലുവ്, നെരിയാണിക്ക് മുകളിലായാൽ ഉലുവ്, അതേപോലെ തന്നെ സ്ത്രീകൾ മുഖം മറച്ച് അതിന്റെ അഫ്ദലെടുത്താൽ ഉലുവ്. ഇതൊക്കെ ഉലുവായി ചില ആളുകൾക്ക് തോന്നുകയാണ്. അതിനൊക്കെ ഇസ്ലാം വെച്ച പരിധികളുണ്ട്. ആ പരിധി മറന്നു പോവുകയാണ്. അതുകൊണ്ട് അബ്ദുസ്സലാം സുല്ലമി, അദ്ദേഹത്തിന്റെ പിതാവിനെ നമ്മൾ ഓർക്കുന്നു. അദ്ദേഹം ഈ പ്രസ്ഥാനത്തോടും ഈ ആദർശത്തോടും റസൂലുള്ളാഹിനോടുള്ള സുന്നത്തിനോടും ഒക്കെ കാണിച്ച കണിശതയും ആദർശ സ്നേഹവും വെച്ചുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പിൻതലമുറയിൽ നിന്ന് വന്ന ആ സുല്ലമിയെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന രീതിയിൽ മനസ്സിലാക്കിയതുപോലെ കെ.സി. അബൂബക്കർ മൗലവിയെ നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മകനായി വന്ന വേറൊരു കേസ് അങ്ങനെ പറയുന്നുവെങ്കിൽ നമ്മൾ അതിനെപ്പോലെ കണ്ടാൽ മതി എന്നത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായി ആരെയും മോശമാക്കുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അവഗണിച്ചതുകൊണ്ട് മാത്രം, പുച്ഛിക്കുന്നതുകൊണ്ട് മാത്രം വേദനയോടുകൂടി ഞാൻ പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? അസ്റത്തുൽ മുഅ്മിനി ഇലാ ഗദലത്തി സാഖിഹി ثم ഇലാ നിസ്ഫി സാഖിഹി ثم ഇലാ ഖഅബിഹി വമാ തഹ്തൽ ഖഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ. കണങ്കാലിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം, മുട്ടിന് താഴെ കണങ്കാലിന്റെ ഏറ്റവും മുകളിലുള്ള അവസ്ഥ, അതാണ് ഏറ്റവും അഫ്ളൽ. അങ്ങനെ ഒരാൾ ഡ്രസ് എടുക്കുന്നുവെങ്കിൽ പുരുഷന്മാരെ പ്രോത്സാഹിപ്പിക്കണം, അഫ്ളലാണത്, സുന്നത്തിനോടുള്ള കണിശതമാണ്. ഇനി ഒരാൾ കണങ്കാലിന്റെ പകുതി താഴ്ത്തി വെച്ചു എങ്കിൽ പ്രശ്നമില്ല. നെരിയാണി വരെ താഴ്ത്തി പ്രശ്നമില്ല. നെരിയാണിക്ക് താഴെയായാൽ അത് നരകത്തിലാണ്. ഇയാൾ പറയുന്നു, MSMന്റെ കുട്ടികൾ ക്ലാസ് എടുത്ത് ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊക്കെ മുറിയൻ പാന്റ്, ബർമുട സംസ്കാരം, ഗുലുവ് പരിഹസിച്ചതാ. ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഈ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു, ഡോക്ടറല്ലേ, നീളൻ താടിയല്ലേ, ഈ പറഞ്ഞ മുറിയൻ പാന്റ് ആയിരുന്നില്ലേ, അദ്ദേഹത്തിന് ഗുലുവായി തോന്നിയോ? ആരാണ് ഇവരൊക്കെ? ഞാൻ ആരെയും വിഷമിപ്പിക്കുകയല്ല, സംഗതി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. അപ്പോ അതിന്റെ പരിധി, വസ്ത്രവിധാനത്തിന്റെ പരിധി എവിടെയാണ്? ഹദീസിലുണ്ട്. ഈ പരിധി വിടുമ്പോഴല്ലേ ഉലുവാവൽ. ഈ ഉലുവിലല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരിക്കൽ വന്നപ്പോ
സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ദഖൽതു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലയ്യ ഇസാറുൻ യതഖഅഖഹു ഫഖാല മൻ ഹാദാ. എന്റെ തുണി ഇങ്ങനെ കുറച്ച് താഴ്ന്നു കിടക്കുന്നുണ്ട് നിര്യാണിക്ക് താഴെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാത്, ആരാ? ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. ഖാൽ ഇൻ കുൻത അബ്ദുല്ലാഹ്, നീ അബ്ദുള്ളയാണെങ്കിൽ ഫർഫ ഇസാറക്, നിന്റെ വസ്ത്രം കയറ്റി വെക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫറഫഅതു ഇസാരി ഇലാ നിസ്ഫി സാഖൈൻ, അപ്പൊ ഞാൻ എന്റെ രണ്ട് കാലിന്റെയും ആ കണങ്കാലിന്റെ മധ്യത്തിലേക്ക് ഞാൻ കയറ്റി വെച്ചു. ഉലുവായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തോന്നിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. ഇതാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വഹാബികൾ വിശദീകരിക്കുന്നു, ഫലം തസിലു ഇസാറതുഹു ഹത്താ മാത, പിന്നീട് അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ വസ്ത്രം താഴ്ത്തിയിട്ടില്ല. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ 6263 ഹദീസായി ക്രോഡീകരിച്ചിട്ടുള്ള ഈ ഹദീസ് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സഹോദരന്മാരെ. അപ്പൊ അവർക്കൊന്നും തോന്നാത്തത് ചില ആളുകൾക്ക് തോന്നിത്തുടങ്ങുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്, എന്റെ സമയം അവസാനിക്കുകയാണ്. സ്ത്രീകളും വേഷവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സ്വഹാബ സ്ത്രീകൾ എങ്ങനെയാണോ സ്വഹാബ സ്ത്രീകളെ കണ്ട താബികളും തബഉ താബികളും എങ്ങനെയാണോ അങ്ങനെ തന്നെ പർദാവിധി ആചരിക്കുക, പല്ല് രാകാതിരിക്കുക, മുഖങ്ങളിലെ രോമം പറിക്കാതിരിക്കുക, ഇതൊക്കെ സുന്നത്തിന് അവഗണിക്കലായി മാറും, പുച്ഛിക്കലായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, വിരോധിക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ കുലുങ്ങുന്ന വള, പാദസ്വരം, കിലുങ്ങുന്ന മണികളുള്ള പാദസ്വരങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക, ശബ്ദം പരമാവധി താഴ്ത്തുക, ഇതൊക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. ഏതായിരുന്നാലും അതേപോലെ തന്നെ തിന്നലും കുടിക്കലും വലതു കൊയ്യുണ്ട് ആവൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതൊരു സദ്യയിലോ ഒരു സൽക്കാരത്തിലോ ഞാൻ എന്റെ നേതാവിനെ അനുധാവനം ചെയ്യുമ്പോ അതൊരു മോശമായി ആർക്കും തോന്നേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അംഗീകരിക്കുക, മിതത്വം പാലിക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മല ഇബ്നു ആദം വിആഅൻ ശർറൻ മിൻ ബത്ൻ, പള്ള നിറക്കുന്ന ആ പാത്രം നിറക്കുന്നതിനേക്കാൾ ഏറ്റവും മോശമായതൊന്നും ഒരു മനുഷ്യനും നിറക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് 1/3 ഭാഗം ഭക്ഷണത്തിനും 1 ഭാഗം വെള്ളത്തിനും 1 ഭാഗം വായു സഞ്ചാരത്തിനും വേണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സുന്നത്തിന്റെ ആളുകളാണെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാവുക. അതേപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം കൈവിരൽ നന്നായി ഊമ്പൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയ, ഇതൊക്കെ ഇക്കാലഘട്ടത്തിൽ പറയാൻ പറ്റുമോ? ആർക്കും തോന്നരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് അനസ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അകല തുആമൻ ലൈക അസ്വാബിഅഹു സലാസ, 3 പ്രാവശ്യം അവിടുന്ന് ഭക്ഷണത്തിന് ശേഷം തന്റെ കൈകൾ ഊമ്പാറുണ്ട് എന്ന്, നക്കി വൃത്തിയാക്കാറുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായി നമ്മൾ കാണുന്നുണ്ട്. സൽക്കരിച്ച വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം. ബാറക്കല്ലാഹു ഫീ തുആമിക്കും, നന്നായി അടിച്ചു മാറി പോന്നാ പോരാ, ഭക്ഷണക്ക് ഉഷാറായി എന്ന് പറഞ്ഞാൽ പോരാ, അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അത്ഇമന തഅമന വസ്കിമൻ സകാന, നമ്മൾ ഈ സുന്നത്തിനെ അവഗണിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം അള്ളാഹുവിനെ സ്തുതിക്കണം, ഹംദ് പറഞ്ഞുകൊണ്ട് സ്തുതിക്കേണ്ടതുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠിപ്പിച്ചു തന്ന സ്വഹാബത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, പൂർണ്ണതയില്ല, ഈ വിഷയം പൂർണ്ണമായിട്ടില്ല. ഇനിയും ഇതുപോലുള്ള ഹദീസ് സെമിനാറുകൾ നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. വിഷയങ്ങൾ വ്യത്യസ്തമായി ചർച്ച ചെയ്യുമ്പോൾ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ഇതിന്റെ മറ്റൊരു വശം ഇൻഷാ അല്ലാഹ് ബഹുമാന്യനായ പണ്ഡിത സുഹൃത്ത് നമ്മുടെ ഉസ്താദായ അബൂബക്കർ സലഫി സംസാരിക്കാനിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സമയം ഞാൻ കളഞ്ഞു കുളിക്കുന്നില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഇരുത്തം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا وأجر والدينا من النار. توفنا مسلمين والحقنا بالصالحين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. അടുത്ത ക്ലാസ് ജനാബ് അബൂബക്കർ സലഫി അവർകളാണ്. വിഷയം പ്രമാണങ്ങളും മൻഹജ് സലഫുമാണ്. അതോടൊപ്പം ഒരു കാര്യം അറിയിക്കുന്നത്, ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് എഴുതി നൽകിയാൽ അതിനുള്ള മറുപടി വിഷയാവതരണ ശേഷം നൽകുന്നതാണ്. ആ കാര്യം ശ്രദ്ധിക്കുക.